അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. അതായത് ഇൻ്റർഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, തോമസ് യങ് ആണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇൻ്റർഫറൻസിനെ പിന്നെ പ്രാക്ടിക്കലി ഇൻ്റർഫറൻസിനെ കുറിച്ച് പറയുകയും അത് എക്സ്പെരിമെൻ്റലി നമുക്ക് പ്രൂവ് ചെയ്യുകയും ചെയ്തു തന്നിട്ടുള്ള സയൻറ്റിസ്റ്റാണ് തോമസ് യങ്. അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. അപ്പോൾ നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1801 തോമസ് യങ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹി ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ദസ് ഓൺ എക്സ്പെരിമെൻ്റൽ ബേസിസ് ഹി എസ്റ്റാബ്ലിഷ് ദി വേവ് തിയറി ഓഫ് ലൈറ്റ്. അപ്പോൾ പിന്നെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ വേവ് തിയറി, ഹൈഗൻസിൻ്റെ വേവ് തിയറി ഓൾറെഡി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ കാണിക്കുകയായിരുന്നു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലൂടെ തോമസ് യങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദോ യങ് അലൗഡ് സൺലൈറ്റ് ടു പാസ് ത്രൂ എ പിൻ ഹോൾ S0 ഇൻ എ സ്ക്രീൻ. The emerging light from SO is allowed to pass through two pinholes S1 and S2 in another screen. ഞാൻ അതിൻ്റെ ഡയഗ്രാം കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോൾ നോക്കാം, ഇതാണ് നമ്മളുടെ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റ് സോഴ്സ്, അതായത് സൺലൈറ്റ് ആണ് ഇവിടെ നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ സൺലൈറ്റ് എന്ത് ചെയ്യാണ്, S0 എന്ന് പറയുന്ന ഈ ഒരു സ്ലിറ്റിലൂടെ കടത്തി വിടുന്നു. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് സ്ലിറ്റുകൾ എടുത്തിട്ടുണ്ട്. S1 എന്ന് പറയുന്ന ഒരു സ്ലിറ്റും, ഇത് S1 എന്ന് പറയുന്ന സ്ലിറ്റ്, ഇത് S2 എന്ന് പറയുന്ന സ്ലിറ്റ്, രണ്ട് സ്ലിറ്റ്. അതുകൊണ്ടാണ് നമ്മളിതിനെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. കാരണം രണ്ട് സ്ലിറ്റുകൾ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളതിനെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ലൈറ്റർ ഇതാ ഇവിടെ നിന്ന് വരികയാണ്. അപ്പോൾ ഒരു സിംഗിൾ സോഴ്സിൽ നിന്നാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തായിരിക്കണം, കൊഹിറൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കൊഹിറൻസ് നമ്മൾ എങ്ങനെയാണ് കൊഹിറൻസിലേക്ക് എത്തിച്ചേരുന്നത്, ഒരൊറ്റ സോഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ലൈറ്റ് സോഴ്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ലിറ്റിലൂടെ കടത്തി വിടും. ദെൻ ആ സ്ലിറ്റിലൂടെ കടന്നു വന്ന് അടുത്ത ഒരു രണ്ട് സ്ലിറ്റുകൾ നമ്മൾ പ്ലേസ് ചെയ്യും. അപ്പോൾ എന്താണ്, ഇവിടുന്ന് ഒരാൾ പോകുന്നുണ്ട്, ഇവിടുന്ന് ഒരാൾ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്തായിട്ട് മാറുന്നുണ്ട്, രണ്ട് സോഴ്സുകളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടും. ബ്രൈറ്റ് ഡാർക്ക് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ അവിടെ ലഭിക്കുന്നുണ്ടാവും അപ്പുറത്തൊരു സ്ക്രീൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞെടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, രണ്ട് സോഴ്സുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം എന്നല്ലേ. ഇവിടെ നമ്മളുടെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ഇതുമാണ് നമ്മളുടെ സോഴ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെയും ഇതാണ് നമ്മളുടെ രണ്ട് സോഴ്സുകൾ എന്ന് പറയുന്നത്. ഇയാളാണ് പോയിട്ട് ഇൻ്റർഫറൻസിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർഫറൻസിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. ഇവിടെ നിന്നല്ല ഇൻ്റർഫറൻസ് വരുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് രണ്ടാളും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്തായിരിക്കണം, കുറവായിരിക്കണം, അല്ലെങ്കിൽ വളരെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ചെറിയ ലെങ്ത് ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. അപ്പോൾ അതാണ് ഈ ഫസ്റ്റത്തെ പോർഷനാണ് S0 അല്ലെങ്കിൽ SO ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. S1 S2 എന്ന് പറയുന്ന പാർട്ടായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഇതിലേക്ക് വന്നേ, യങ് അലൗഡ് സൺലൈറ്റ് ടു പാസ് ത്രൂ എ പിൻ ഹോൾ SO ഇൻ ദ സ്ക്രീൻ. അപ്പോൾ ഫസ്റ്റ് സ്ക്രീനിൽ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, സൺലൈറ്റ് പാസ് ചെയ്യാണ്. ദെൻ എമർജിങ് ലൈറ്റ് ഫ്രം S0 ഈസ് അലൗഡ് ടു പാസ് ത്രൂ ടു പിൻ ഹോൾസ് S1 ആൻഡ് S2 ഇൻ അനദർ സ്ക്രീൻ. അടുത്ത സ്ക്രീനിൽ, അതായത് 2 സ്ലിറ്റ് നമ്മൾ ഡബിൾ സ്ലിറ്റ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് അടുത്ത ലൈറ്ററെ അല്ലെങ്കിൽ ആ സെയിം വരുന്ന ലൈറ്ററെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർഫറൻസിലേക്ക് വിധേയമാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ ദ പിൻ ഹോൾ S1 ആൻഡ് S2 ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം S0. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. അതായത് S0യിൽ നിന്ന് S1ലേക്കുള്ള ദൂരവും S0യിൽ നിന്ന് S2ലേക്കുള്ള ദൂരവും എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഇക്വിഡിസ്റ്റൻ്റ് ആണ്. ദ ടു സ്ലിറ്റ് ആക്ട് ആസ് എ കൊഹിറൻറ്റ് സോഴ്സസ് ഓഫ് ലൈറ്റ് വേവ്സ്. അപ്പോൾ ഈ രണ്ട് സ്ലിറ്റുകളും എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക, പുതിയൊരു കൊഹിറൻറ്റ് സോഴ്സ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന വേവുകളൊക്കെ എന്തായിരിക്കും, കൊഹിറൻറ്റ് സോഴ്സുകൾ അല്ലെങ്കിൽ കൊഹിറൻറ്റ് വേവുകളായിരിക്കും അവിടെ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. ദെൻ ലൈറ്റ് വേവ്സ് ഫ്രം ദ ടു സ്ലിറ്റ്സ് ഓവർലാപ്പ് ആൻഡ് ഇൻ്റർഫിയർ ഓൺ എ ഡിസ്റ്റൻറ്റ് സ്ക്രീൻ. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് വേവുകൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു സ്ക്രീൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ സ്ക്രീനിൽ വന്ന് പിന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി, ഇതൊക്കെ മെർജ് ചെയ്യുന്ന പോയിന്റുകളുണ്ട് അല്ലേ, ഇവിടെയൊക്കെ കമ്പൈൻ ചെയ്യുന്ന പോയിന്റുകളുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു ഇത് കിട്ടുന്നുണ്ടാവും, ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടാവും. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണുകൾ, ഇൻ്റർഫറൻസ് പാറ്റേണുകൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചോളാം.
ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു അറേഞ്ച്മെന്റ്. ലൈറ്റ് വേവ്സ് ഫ്രം ദ 2 സ്ലിറ്റ്സ് ഓവർലാപ്പ് ആൻഡ് ഇന്റർഫിയർ ഓൺ എ ഡിസ്റ്റന്റ് സ്ക്രീൻ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ദൂരം എന്ന് പറയുന്നത് കുറച്ച് ലെങ്ത് ആയിരിക്കും, കുറച്ച് അധികം ദൂരത്തിലായിരിക്കും നമ്മൾ ഈ സ്ലിറ്റും സ്ക്രീനും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അവിടെ കണ്ടീഷൻസ് ആണ്, അതായത് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ ഞാൻ ഒരു രണ്ട് ടേം കൂടി ഒന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അതായത് ഈ രണ്ട് സ്ലിറ്റുകൾക്ക് ഇടയിലുള്ള ദൂരത്തെ, അതായത് ഈ രണ്ട് സ്ലിറ്റുകൾക്ക് ഇടയിലുള്ള ദൂരത്തെ ഞാൻ സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഈ സ്ലിറ്റും അതുപോലെ തന്നെ നമ്മൾ പാറ്റേൺ കിട്ടുന്ന ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്ന ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് തമ്മിലുള്ള അകലത്തെ ഞാൻ എന്തായിട്ടാണ് ക്യാപിറ്റൽ ഡി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇക്വേഷൻ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തിനാണ് അത് പറഞ്ഞതെന്നുള്ളത്. സ്മോൾ ഡി എന്ന് പറയുന്നത് ഈ സ്ലിറ്റുകൾ തമ്മിലുള്ള അകലത്തെയാണ് ഞാൻ സ്മോൾ ഡി വെച്ച് ഡിനോട്ട് ചെയ്തത്. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള അകലത്തെയാണ് ഞാൻ ക്യാപിറ്റൽ ഡി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഡയഗ്രാം കാണിച്ചതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷൻ എന്നുള്ളത് നോക്കാം. എന്താണ് സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒബ്സർവബിൾ ആയിട്ടുള്ള ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷനുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആരുടെ കേസിലാണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിലാണ് നമ്മളിത് നോക്കുന്നത് കേട്ടോ. സോ എന്താണ്? To obtain sustained interference pattern, the intensity must be maximum at points corresponding to constructive interference and zero at points of destructive interference. എന്താണ്? നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ട്, അതായത് കൃത്യമായിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് ഒബ്സർവബിൾ ആയിട്ടുള്ള ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ, ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ നമ്മളുടെ ഇന്റൻസിറ്റി എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുമ്പോൾ ഇന്റൻസിറ്റി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. എന്നാലേ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് ചില ക്രൈറ്റീരിയകൾ കൂടി, അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻ കൂടി നമുക്ക് അവിടെ പറയേണ്ടതുണ്ട്. ആ കണ്ടീഷനുകളാണ് നമ്മൾ നോക്കുന്നത്. ദ ഫോളോയിങ് കണ്ടീഷൻ ടു ബി ഫുൾഫിൽഡ് ഫോർ ഒബ്റ്റെയിനിങ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞതാണ്, എന്താണ്? ദ ടു സോഴ്സസ് ഓഫ് ലൈറ്റ് മസ്റ്റ് ബി കൊഹിറന്റ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലെ സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷനുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് എന്തായിരിക്കണം? കൊഹിറന്റ് ആയിരിക്കണം. രണ്ട് സോഴ്സുകളാണ് വേണ്ടത്, രണ്ട് വേവുകളാണ് വേണ്ടത്. ആ രണ്ട് വേവുകളും എന്തായിരിക്കണം? കൊഹിറന്റ് വേവുകളായിരിക്കണം. എന്ന് വെച്ചാൽ ദേ ഷുഡ് എമിറ്റ് വേവ്സ് ഓഫ് സെയിം ഫ്രീക്വൻസി ആൻഡ് മെയിൻറ്റെയിൻ എ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഓവർ എ ടൈം. എന്താണ്? അവര് ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അതോടൊപ്പം അതിന് എന്തുണ്ടാവണം? ഒരു സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉണ്ടായിരിക്കണം. അതാണ് കൊഹിറൻസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്ന കാര്യം. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും, കൊഹിറന്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോയേ. ദ ലൈറ്റ് സോഴ്സ് മസ്റ്റ് ബി മോണോക്രോമാറ്റിക്. മോണോക്രോമാറ്റിക് ആയിരിക്കണം. എന്താണ് മോണോക്രോമാറ്റിസിറ്റി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? ഒരു സിംഗിൾ വേവ് ലെങ്ത്, ഒരൊറ്റ സെയിം വേവ് ലെങ്ത് ആയിരിക്കുക എന്നുള്ളതാണ്. ഹാവിങ് സെയിം വേവ് ലെങ്ത് എന്നുള്ളതാണ് മോണോക്രോമാറ്റിക് എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനുകളായി. ഒന്ന് കൊഹിറന്റ് ആയിരിക്കുക, രണ്ടാമത്തെ എന്താണ്? മോണോക്രോമാറ്റിക് ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് പോയേ. എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ? ദ സോഴ്സ് ഷുഡ് ബി വെരി നാരോ ഓർ സ്മോൾ. എന്തായിരിക്കണം? പോയിന്റ് ലൈക്ക് സോഴ്സുകളായിരിക്കുക. ഓക്കെ, പോയിന്റ് ലൈക്ക് സോഴ്സുകൾ അല്ലെങ്കിൽ പോയിന്റ് സോഴ്സുകളായിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അടുത്ത ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. വളരെ നാരോ ആയിട്ടുള്ള, സ്മോൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചെറിയ ഒരു സോഴ്സ് ആയിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഡയഗ്രം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. നേരത്തെ നമ്മൾ ഡയഗ്രം എടുത്തിരുന്നല്ലോ. എന്താണ്? വളരെ നാരോ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും ഈ കാണുന്ന വലിപ്പം പോലും ഉണ്ടാവില്ല. പിൻ ഹോൾ എന്നാണ് പറയുന്നത്. ഒരു വലിയ കാർഡ്ബോർഡിൽ ഒരു പിന്ന് വെച്ച് നമ്മളൊരു ഹോൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ വലിപ്പം എത്ര ഉണ്ടാകും? അത്രയും ഉണ്ടാവുള്ളൂ നമ്മളുടെ ആ ഒരു സോഴ്സിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ നമ്മളുടെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള നാരോ ആയിരിക്കുക അല്ലെങ്കിൽ ചെറുതായിരിക്കുക, അതായത് പോയിന്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ ക്ലിയർ ആയി. 3 കണ്ടീഷനുകളാണ്. ഒന്നാമത്തെ എന്താണ്? കൊഹിറന്റ്, മോണോക്രോമാറ്റിക്, പോയിന്റ് സോഴ്സ് അല്ലെങ്കിൽ നാരോ സോഴ്സ് ആയിരിക്കുക. 3 ആയല്ലോ. ഇനി നാലാമത്തെ നോക്കിയേ. ദ സോഴ്സ് ഷുഡ് ബി ക്ലോസ് ടു ഈച്ച് അതർ ടു പ്രൊഡ്യൂസ് ഓവർലാപ്പിംഗ് വേവ്സ് ആൻഡ് വൈഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രിഞ്ചസ്. എന്താണ്? സോഴ്സുകൾ എന്തായിരിക്കണം? വളരെ അടുത്തായിരിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു മിനിമം 2 സോഴ്സെങ്കിലും വേണം, അല്ലേ? 2 സോഴ്സെങ്കിലും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്?
എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, 2 സ്ലിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, 2 സ്ലിറ്റുകൾ നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ്, വളരെ അടുത്തായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. മീൻസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. 2 സോഴ്സുകളും ഷുഡ് ബി ക്ലോസ് ടു ഈച്ച് അതർ. അതാണ് നമ്മളുടെ 4ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 5ാമത്തെ കണ്ടീഷൻ നോക്കാം. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ 2 ഇന്റർഫിയറിംഗ് വേവ്സ് ഷുഡ് ബി നിയർലി ഈക്വൽ ടു ഗെറ്റ് ക്ലിയർ മാക്സിമ ആൻഡ് മിനിമ വിത്ത് ഗുഡ് കോൺട്രാസ്റ്റ്. എന്താണ് നമ്മൾ പറയുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വേണ്ടത്. അപ്പോൾ ഏകദേശം 2 ആളുകളുടെയും ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ഏകദേശം സിമിലർ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ IMAX എന്ന് പറയുന്നത് A1 + A2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നു, I മിനിമം എന്ന് പറയുന്നത് A1 - A2 ഹോൾ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ അതിന് കാരണം എന്താ, ഇവരുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഈക്വൽ ആവണം. അപ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാക്സിമം വാല്യൂവും അതുപോലെ തന്നെ മിനിമം വാല്യൂവും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. ദ ആംപ്ലിറ്റ്യൂഡ് ഓർ ഇന്റൻസിറ്റീസ് ഓഫ് ദ 2 ഇന്റർഫിയറിംഗ് വേവ്സ് ഷുഡ് ബി നിയർലി ഈക്വൽ ടു ഗെറ്റ് ക്ലിയർ മാക്സിമ ആൻഡ് മിനിമ വിത്ത് ഗുഡ് കോൺട്രാസ്റ്റ്. ഓക്കെ, അടുത്ത ക്രൈറ്റീരിയ നോക്കിയേ. ദ സോഴ്സസ് ഷുഡ് എമിറ്റ് ലൈറ്റ് കണ്ടിന്യൂസ്ലി ഫോർ ദ പാറ്റേൺ ടു ബി സ്റ്റേബിൾ ആൻഡ് വിസിബിൾ ഓവർ ടൈം. എന്താണ്, നമ്മളുടെ സോഴ്സ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യണം, ഈ ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയാൽ, ഓഫ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെട്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, നമുക്ക് ആ ഒരു ടൈമിൽ പാറ്റേൺ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ഓവർ എ ടൈം പീരീഡ് നമുക്ക് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം, നമ്മളുടെ സോഴ്സ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് ആയിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ഇഫ് ദ ഇന്റർഫിയറിംഗ് വേവ്സ് ആർ പോളറൈസ്ഡ് ദേ മസ്റ്റ് ബി ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ. ആ വരുന്ന ഇന്റർഫിയറിംഗ് പിന്നെ വേവുകൾ പോളറൈസ്ഡ് വേവുകളാണെങ്കിൽ, പോളറൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറയാം എന്താണ് എന്നുള്ളത്. പോളറൈസ്ഡ് വേവുകളാണെങ്കിൽ ദേ മസ്റ്റ് ബി ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ. അതിൻ്റെ പോളറൈസേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ കണ്ടീഷനുകൾ എന്ന് പറയുന്നത് അല്ലേ, ഇത്രയാണ് നമ്മളുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ കൊഹിറൻസ് എന്ന് പറയുന്ന ഒന്നാണ്. ഒന്ന് കൊഹിറൻസ് ആണ്. രണ്ടാമത്തേത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. രണ്ടാമത്തെ മോണോക്രോമാറ്റിക് ആയിരിക്കുക, നാരോ ആയിരിക്കുക, വളരെ ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. ഈ 4 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷനുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. ഓക്കെ, ദെൻ മറ്റുള്ളതും കണ്ടീഷനുകൾ തന്നെയാണ്, ബട്ട് പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കണ്ടീഷനുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ 4 തന്നെയാണ്. ഇത് അഡീഷണൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇവിടുത്തെ കേസിൽ, അതായത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ കണ്ടീഷൻ ഫോർ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇനി കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, മാക്സിമം ഇന്റൻസിറ്റി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. മാക്സിമം ഇന്റൻസിറ്റി ആണ് അല്ലേ. മാക്സിമം ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫ്രിഞ്ച് അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്രൈറ്റ് പാറ്റേൺ ആയിരിക്കും. ദെൻ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഡാർക്ക് ഫ്രിഞ്ചുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടീഷനുകളാണ് നമ്മൾ നോക്കുന്നത്. ഫോർ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഓർ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഒക്കേഴ്സ് വേർ പാത്ത് ഡിഫറൻസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം, n ലാംഡ ആണെങ്കിലാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ പാത്ത് ഡിഫറൻസിനെയും ഫേസ് ഡിഫറൻസിനെയും നമ്മൾ കണക്ട് ചെയ്തിരുന്നു. എങ്ങനെയാണ്, ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഇൻറ്റു 2π/λ ആണ് അല്ലേ, 2π/λ ആണ്. അങ്ങനെയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടാൻ, ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും, 2nπ ആയിരിക്കും വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 2 3 0 1 2 3 എന്നുള്ളതാണ് എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ പറയാൻ പറ്റും, ദ ഇന്റൻസിറ്റി ഈസ് മാക്സിമം വെൻ ദ ഫേസ് ഡിഫറൻസ് ഈസ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലേ. എന്താണ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതിയത്, 2nπ എന്നല്ലേ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്, 2nπ എന്നാ കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നിന്റെ വാല്യൂ എന്താണ്, 0 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നിന്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ n = 0 ആണെങ്കിൽ ഫേസ് എന്താണ്, 0 ആണ്. n = 1 ആണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടിയത്, 2π ആണ്. n = 2 ആണെങ്കിൽ എന്താ കിട്ടുക, 2 × 2 4π എന്ന് കിട്ടും അല്ലേ. ദെൻ n = 3 ആണെങ്കിൽ
2 × 3 6 പൈ എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ നമുക്ക് കിട്ടുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0, 2 പൈ, 4 പൈ, 6 പൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണല്ലോ, അതായത് ഇന്റൻസിറ്റി മാക്സിമം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇന്റൻസിറ്റി മാക്സിമം വരുന്ന എപ്പോഴാണ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. പൈൻ്റെ ഈവൻ മൾട്ടിപ്പിൾ 2, 4, 6, 8 എന്ന് പറയുന്ന രീതിയിൽ ഈവൻ മൾട്ടിപ്പിൾ വരുമ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് എന്ന കാര്യം പറയാം. ഇനി അങ്ങനെയല്ല എങ്കിൽ എന്ത് പറയാം? ദ പാത്ത് ഡിഫറൻസ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഓക്കെ, പാത്ത് ഡിഫറൻസ് എന്താ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എൻ ലാംഡ അല്ലേ? എന്നിന്റെ വാല്യൂ എത്രയാണ്? 0, 1, 2, 3 അല്ലേ? അപ്പോൾ 0 വരുമ്പോൾ എന്താണ്? 0 വരും. 1 വരുമ്പോൾ എന്താ? ലാംഡ വരും. 2 വരുമ്പോൾ 2 ലാംഡ വരും. 3 വരുമ്പോൾ 3 ലാംഡ വരും. ഇതാരാണ്? പാത്ത് ഡിഫറൻസിന്റെ കേസാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മാക്സിമം ഇന്റൻസിറ്റി അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുന്ന കേസിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ആ സമയത്ത് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇതേപോലെ നമുക്ക് ആരെ ഡിഫൈൻ ചെയ്യണം? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിന്റെ കേസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഡാർക്ക് ഫ്രിഞ്ചുകളാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെ? ഡാർക്ക് ഫ്രിഞ്ചസ് ഒക്കേഴ്സ് വേർ പാത്ത് ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു n+12 ലാംഡയാണ് പാത്ത് ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അവിടെ ഫേസ് ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഫേസ് ഡിഫറൻസ് = 2n+1 പൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2n+1 പൈ. അപ്പോൾ നോക്കി, ഫേസ് ഡിഫറൻസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പറയാണ്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 2n+1 പൈ എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എന്നിന്റെ വാല്യൂ എന്താണ്? 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ 0 ആണ് വാല്യൂ വരുന്നെങ്കിൽ എന്താ വരിക? ഇത് 2 × 0, 0, then 1 അല്ലേ? അപ്പോൾ പൈ എന്ന് വരും നമുക്ക് ആദ്യത്തെ കേസിൽ ഫേസ് ഡിഫറൻസ്. ഇനി 1 വരുമ്പോൾ എന്താണ്? 2 × 1 2 വരും. 2 + 1 3 വരും. അപ്പോൾ 3 പൈ എന്ന് കിട്ടും. അടുത്ത എന്ത് കിട്ടും? 5 പൈ എന്ന് കിട്ടും. അടുത്തത് 7 പൈ എന്ന് കിട്ടും അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റൻസിറ്റി മിനിമം ആവുന്ന എപ്പോഴാണ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആവുമ്പോഴാണ്. മനസ്സിലായോ? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആവുമ്പോഴാണ് ഫേസ് ഡിഫറൻസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിനിമം ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കിട്ടുന്നുണ്ടാവുക. ഫേസ് ഡിഫറൻസ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആവുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നുണ്ട്? നമ്മളെ ബ്രൈറ്റ് ഫ്രിഞ്ച് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ എന്താണ്? ദ ഇന്റൻസിറ്റി ഈസ് മിനിമം വെൻ ദ ഫേസ് ഡിഫറൻസ് ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ. അല്ല എങ്കിൽ എന്ത് പറയാം? പാത്ത് ഡിഫറൻസ് ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ/2 അല്ലേ? ഇവിടെ ഓഡ് മൾട്ടിപ്പിൾ, ഇവിടെ നോക്കിയേ, നമ്മൾ പാത്ത് ഡിഫറൻസ് എടുക്കുകയാണ്. എന്നിന്റെ വാല്യൂ 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ 0 വരുമ്പോൾ എന്താ വരിക? ഹാഫ് ലാംഡ എന്ന് വരും അല്ലേ? ഹാഫ് ലാംഡ. 1 വരുമ്പോൾ എന്താണ്? 1 + 1/2 എന്ന് പറയുമ്പോൾ 3/2 ലാംഡ എന്ന് വരും അല്ലേ? 1 + 1/2 3/2 ലാംഡ എന്ന് വരും. ദെൻ അടുത്ത ആൾ എന്താ വരുന്നത്? 2 വരുമ്പോൾ 2 + 1/2 3 എന്താ വരിക? 2 + 1/2 എന്ന് പറയുമ്പോൾ 5/2 ലാംഡ എന്ന് വരും. അപ്പോൾ എന്താണ്? ലാംഡ/2 ദെൻ 3/2 ലാംഡ ദെൻ 5/2 ലാംഡ എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളുടെ പാത്ത് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ വാല്യൂവിന് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? അവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ലാംഡ/2 ആണ്. ദെൻ അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 3 ലാംഡ/2 ആണ്. അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 5 ലാംഡ/2 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലാംഡ/2നെ ലാംഡ/2 എന്ന് തന്നെ എഴുതി. അതായത് 1 × ലാംഡ/2. ഇവിടെ എന്താ വരുന്നത്? 3 × ലാംഡ/2. അടുത്ത എന്താണ്? 5 × ലാംഡ/2 എന്ന് എഴുതാം അല്ലേ? പാത്ത് ഡിഫറൻസിനെ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റൻസിറ്റി മിനിമം ആവുന്നത് എപ്പോഴാണ്? വെൻ ദ ഫേസ് ഡിഫറൻസ് ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ. അതല്ല എങ്കിൽ പാത്ത് ഡിഫറൻസ് എന്താവണം? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ/2 ആവണം അല്ലേ? ഇവിടെ 1 ലാംഡ/2, 3 ലാംഡ/2, 5 ലാംഡ/2, 7 ലാംഡ/2 എന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ഈവൻ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മളുടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഓഡ് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മളുടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ക്ലിയർ ആയോ? കണ്ടീഷനുകൾ ക്ലിയർ ആയോ? പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും മാറിപ്പോകരുത്. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യനുകൾ എക്സ്പെക്ട് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പാത്ത് ഡിഫറൻസ് ലാംഡ/2 ആണ് വരുന്നതെങ്കിൽ ഓക്കെ, പിന്നെ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ/2 ആണ് പാത്ത് ഡിഫറൻസ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ചുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? ഇതേപോലെ നമുക്ക് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ് വരുന്നതെങ്കിൽ ഇന്റൻസിറ്റി മിനിമം ആയിരിക്കും ഉണ്ടാവുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ റിസൾട്ട് ഓഫ് ഇത് രണ്ടും അറ്റ് എ ടൈം നടക്കുന്നുണ്ട്. ഒരേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഈ തോമസ് യങ് എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ,
അവിടെ നടക്കുന്ന കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആൾട്ടർനേറ്റിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദ റിസൾട്ട് ഈസ് എ പാറ്റേൺ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് കോൾഡ് ഇന്റർഫറൻസ് ഫ്രിഞ്ച്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റർഫറൻസ് ഫ്രിഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു ടേമാണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നൊരു ടേം. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്ന ടേം എന്താ നോക്കിയേ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡ് ഓർ എനി ടു കോൺസിക്യൂട്ടീവ് ഡാർക്ക് ബാൻഡ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാകും, ഒരു ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവും, പിന്നെ ഒരു ഡാർക്ക് ബാൻഡ് ഉണ്ടാവും, പിന്നെ ബ്രൈറ്റ് ബാൻഡ്, പിന്നെ ഡാർക്ക്. ആ രീതിയിലാണ് ഇതിങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് നമ്മളുടെ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ രണ്ട് പിന്നെ അടുത്തടുത്തുള്ള ബ്രൈറ്റ് ബാൻഡുകൾ, ഇപ്പോൾ ഇതാണ് ഒരു ബ്രൈറ്റ് ബാൻഡ്, ഇതൊരു ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ ഇതാ ഇവർ തമ്മിലുള്ള ഈ ദൂരം ഉണ്ടല്ലോ, ഈ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് നമ്മൾ പറയാം. ഫ്രിഞ്ച് വിഡ്ത്ത് രണ്ട് കോൺസിക്യൂട്ടീവ്, അതായത് ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങിയെങ്കിൽ അടുത്ത ആൾ ഇവിടെയാണല്ലോ, അപ്പോൾ ഈ ഒരു ദൂരം കേട്ടോ, രണ്ട് കോൺസിക്യൂട്ടീവ് ഫ്രിഞ്ചുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ബ്രൈറ്റ് ബാൻഡുകളോ അടുത്തടുത്തുള്ള ബ്രൈറ്റ് ബാൻഡുകളോ അടുത്തടുത്തുള്ള ഡാർക്ക് ബാൻഡുകളോ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ വെച്ചിട്ടാണ്. ഓക്കെ, ബീറ്റ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ബീറ്റ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ, ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണ്. ഓക്കെ, ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണ്. ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ എന്ന് പറയുന്നതാണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് ബീറ്റ എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്, വേവ് ലെങ്ത് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഡി എന്തായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് അല്ലെങ്കിൽ സ്ലിറ്റ്, സോഴ്സ് ഓർ സ്ലിറ്റ് ആൻഡ് സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള അകലമാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. സ്മോൾ ഡി എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ലിറ്റുകൾ തമ്മിലുള്ള അകലമാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താ കിട്ടുന്നത്, ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി, ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണ്. ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പ്രീവിയസ് ഇയർ ചോദ്യം വന്നിട്ടുള്ള ഭാഗമാണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളോട് ഈ ഒരു ഡിസ്റ്റൻസ് കൂട്ടി നമ്മൾ വേവ് ലെങ്ത്തിൽ ഇന്ന മാറ്റം വരുത്തി, അപ്പോൾ നമ്മളുടെ ഫ്രിഞ്ച് വിഡ്ത്തിൽ എന്താ ചേഞ്ച് ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി ആണ് അല്ലേ. ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബീറ്റ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ ആണ് അല്ലേ. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്, ലാംഡയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്, വേവ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി വേറെ എന്ത് പറയാം, ബീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ഡി എന്ന് പറയാം. അതായത് സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള അകലം മാറുന്നതിനനുസരിച്ച് കൊണ്ട് അല്ലെങ്കിൽ അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള അകലം കൂടിക്കഴിഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്തും എന്ത് ചെയ്യും, കൂടുമെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ബീറ്റ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d ആണ്. അതായത് രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള അകലവുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻ ആണ് ആര് കീപ്പ് ചെയ്യുന്നത്, നമ്മളുടെ ഫ്രിഞ്ച് വിഡ്ത്ത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്ത് കുറയും, ആ ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്ത് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ഇക്വേഷനുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടുന്ന കാര്യം. ഇനി നോക്കിയേ, ഫ്രം ദിസ് ഇക്വേഷൻ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദ സ്ക്രീൻ ഫ്രം ദി കൊഹറൻറ്റ് സോഴ്സസ് ക്യാപിറ്റൽ ഡി. ഓക്കെ, അപ്പോൾ സ്ക്രീനും അതുപോലെ തന്നെ നമ്മളുടെ ആ സ്ലിറ്റും തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ക്യാപിറ്റൽ ഡി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആര് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നമ്മളുടെ പിന്നെ ഫ്രിഞ്ച് വിഡ്ത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത ആൾ നോക്കിയേ, ഇൻവേഴ്സ് റിലേഷൻ ആണ് കീപ്പ് ചെയ്യുന്നത്. ആരാണ്, ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു കൊഹിറൻറ്റ് സോഴ്സസ്, രണ്ട് കൊഹിറൻറ്റ് സോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന രണ്ട് സ്ലിറ്റുകളാണല്ലോ നമ്മളുടെ കൊഹിറൻറ്റ് സോഴ്സുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള അകലമാണ് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഞാനൊരു സ്ക്രീൻ പ്ലേസ് ചെയ്തു, ഇവിടെയാണ് എനിക്ക് പാറ്റേൺ കിട്ടുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ദൂരത്തെയാണ് ഞാൻ എന്തായിട്ട് എടുക്കുന്നത്, ക്യാപിറ്റൽ ഡി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ദെൻ അങ്ങനെയാണെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഓർഡർ ഓഫ് ദ ഫ്രിഞ്ച്. അതായത് n ഈക്വൽ ടു 1 2 3 എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് ഓർഡറാണ്. അപ്പോൾ ആ n എന്ന് പറയുന്ന വാല്യൂവിനെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ അല്ലെങ്കിൽ ഏത് ഫാക്ടറിനെയാണ് ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ ആളുകളെയൊക്കെ തരാം, ലാംഡ തരാം, ക്യാപിറ്റൽ ഡി തരാം, സ്മോൾ ഡി തരാം,
n തരാം, നമ്പർ അല്ലെങ്കിൽ ഓർഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന. അപ്പോൾ ആ ഒരാളെ ആര് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതിന് ഈ ഇക്വേഷൻ ഓർത്താൽ മതി, ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ടേം ഒന്നും ഇല്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും, നമ്മളുടെ ബീറ്റ അല്ലെങ്കിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്നിനെ അല്ലെങ്കിൽ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ഇവിടെ നോക്കിയേ, ദിസ് എക്സ്പെരിമെന്റ് കൺഫോംസ് ലൈറ്റ് ബിഹേവ്സ് ആസ് എ വേവ് ആൻഡ് ഹെൽപ്സ് മെഷർ വേവ് ലെങ്ത് ആക്യുറേറ്റ്ലി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഇക്വേഷനിൽ ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് അറിയാമെങ്കിൽ, ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് നമുക്ക് അറിയാമെങ്കിൽ എങ്ങനെ എഴുതാം, ബീറ്റ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി ഈക്വൽ ടു ലാംഡ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രിഞ്ച് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും, അവിടെ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ആ ഫ്രിഞ്ച് വിഡ്ത്ത് കിട്ടി, ഡി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് എന്താണ്, സ്ലിറ്റുകൾ തമ്മിലുള്ള അകലാണല്ലോ, നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്, സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള അകലമാണല്ലോ, അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ വേവ് ലെങ്ത്, ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത. അപ്പോൾ നോക്കിയേ, ദിസ് എക്സ്പെരിമെന്റ് കൺഫോംസ് ലൈറ്റ് ബിഹേവ്സ് ആസ് എ വേവ്. ലൈറ്റ് എന്താണ്, വേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കാരണം സൂപ്പർ പൊസിഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് റിസൾട്ടന്റ് വേവുകൾ നമുക്ക് കിട്ടുന്നത്. y = y1 + y2 + y3 ആ രീതിയിൽ നമുക്ക് സൂപ്പർ പൊസിഷൻ അവിടെ ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടുത്തെ കേസിൽ ലൈറ്റ് ഒരു വേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, വേവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്സ് മെഷർ വേവ് ലെങ്ത് ആക്യുറേറ്റ്ലി. ആക്യുറേറ്റ് ആയിട്ട്, വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേവ് ലെങ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ മോഡൽ ക്വസ്റ്റ്യനുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി. എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, I ഈസ് പ്രപ്പോർഷണൽ ടു A² എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണലാണ്. സോ ആൻസർ എന്താ വരിക, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് വൺ ഡസ് നോട്ട് പ്രൂവ് ദി വേവ് തിയറി ഓഫ് ലൈറ്റ്. വേവ് തിയറി പ്രൂവ് ചെയ്യാത്ത ആൾ ആരാണ് എന്ന ചോദ്യം. ഓക്കെ, വേവ് തിയറി, അതായത് ലൈറ്റ് ഒരു വേവ് ആണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഫിനോമിനൻ എന്താണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, ഇന്റർഫറൻസ്, ഓപ്ഷൻ ബി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഓപ്ഷൻ സി ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ ഡി പോളറൈസേഷൻ. എന്താണ്, പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്. ഈ മൂന്നാളുകളും എന്താ ചെയ്യുന്നത്, ലൈറ്റ് ഒരു വേവ് ആണ് എന്നുള്ള റിസൾട്ടിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പാർട്ടിക്കിൾ നേച്ചർ, ലൈറ്റ് ആസ് എ പാർട്ടിക്കിൾ. ഓക്കെ, ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വരുന്നത്. ലൈറ്റിനെ ഒരു പാക്കറ്റ് ഓഫ് എനർജി, ഫോട്ടോണുകളായിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ചൂസ് ദി റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻ എ, ഇന്റർഫറൻസ് ഈസ് ദി സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് ആണോ? അതെ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റർഫറൻസ് സപ്പോർട്ട്സ് ദി ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ഇന്റർഫറൻസ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ ലൈറ്റിനെ മീൻസ് ഫോട്ടോണുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ, ഇവിടെ നമ്മൾ വേവ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത രണ്ട് ഓപ്ഷൻസ് നോക്കി, ഇന്റർഫറൻസ് ഈസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ലൈറ്റ് ഇന്റൻസിറ്റി ആണോ? അതെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റിയിൽ മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. ദെൻ ഡി എന്താണ്, ദർ ഈസ് നെയ്തർ ഗെയിൻ നോർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഇന്റർഫറൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇന്റർഫറൻസിന്റെ കേസിൽ അവിടെ എന്തുണ്ട്, അവിടെ എനർജി ഗെയിനോ ലോസോ ഇല്ല. പക്ഷേ എന്തുണ്ട്, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിൻ്റെ കൺവേർഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇന്റർഫറൻസിന്റെ കേസിൽ. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, അവിടെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇന്റർഫറൻസിന്റെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ്സ് വാലിഡ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. കൺസർവേഷൻ ഓഫ് എനർജി കേട്ടോ.
ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അവിടെ ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ട്, വാലിഡ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഹോൾസ് വാലിഡ് അല്ല, ഹോൾസ് ഗുഡ്, ഹോൾസ് വേണ്ട, എനർജി ഈസ് വാലിഡ്. ഇൻ്റർഫറൻസ് അല്ലേ, ഓക്കെ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ വാലിഡ് ആണ് ഇൻ്റർഫറൻസിൻ്റെ കേസിൽ കേട്ടോ. സോ ദർ ഈസ് നെയ്തർ ഗെയിൻ നോർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന കാര്യവും ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ബി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇൻ്റർഫറൻസ് സപ്പോർട്ട്സ് ദി ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. ഇൻ്റർഫറൻസ് എന്താ ക്വാണ്ടം തിയറിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ ആരെയാണ്? വേവ് തിയറിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്ന കാര്യം ഓർത്ത് വെച്ചോളാം. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ യങ്സ് എക്സ്പെരിമെൻറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഗിവൺ ബൈ. എന്താണ് ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്? ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണല്ലേ. ക്യാപിറ്റൽ ഡി വലിയ വാല്യൂ ആണ്, ക്യാപിറ്റൽ ഡി വലുതല്ലേ, ആൽഫബറ്റ് ആണ്, മീൻസ് വലിയ ലെറ്റർ ആണ്. സോ വലിയ ആൾ മുകളിൽ, ചെറിയ ആൾ താഴെ, അങ്ങനെ ഓർത്താൽ മതി. ലാംഡ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്നുള്ളതാണ് നമ്മുടെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പഠിക്കുക. ലാംഡ ഡി ബൈ ഡി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സംശയം വരും, ക്യാപിറ്റൽ ഡി ആണോ സ്മോൾ ഡി ആണോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ പഠിക്കുക? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്ന് പഠിക്കുക. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, ലാംഡ ഡി ബൈ സ്മോൾ ഡി എന്ന് പഠിക്കുക. സോ അതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്താ വരിക? ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ നോക്കിയേ, എൻ ലാംഡ ഡി ബൈ ഡി അല്ലേ, ഈ ഒരു ഇക്വേഷൻ നോക്കിയേ, എൻ ലാംഡ ഡി ബൈ ഡി. ഇവിടെ എന്താ? എൻ എന്ന് പറയുന്ന ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് ഓർഡറിന് എന്ത് ചെയ്യില്ല, ഓർഡറിന് ഒരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നോ ഡിപ്പെൻഡൻസി ഫോർ ദി ഓർഡറിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇക്വേഷൻ തെറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാംഡ ഡി ബൈ ഡി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരും, ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പഠിക്കുക? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ബൈ സ്മോൾ ഡി എന്ന് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ യങ്സ് എക്സ്പെരിമെന്റ് ദ ബ്രെഡ്ത്ത് ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചീസ് ഈക്വൽ ടു ഫ്രിഞ്ച് വിഡ്ത്ത്, ഹാഫ് ദാറ്റ് ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത്, ട്വൈസ് ദാറ്റ് ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത്, നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ബ്രെഡ്ത്ത് ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച്, ദെൻ അതിന് താഴെ ഒരു ഡാർക്ക് ഫ്രിഞ്ച് ഉണ്ടാവും, ദെൻ അടുത്തത് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബീറ്റ. അപ്പോൾ അതിന് എന്തായിരിക്കും? അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ, ഹാഫ് ദാറ്റ് ഓഫ് ഫ്രിഞ്ച് വിഡ്ത്ത്. അപ്പോൾ നമ്മളുടെ ബ്രൈറ്റ് ഫ്രിഞ്ച് ഞാൻ വരച്ചു. ഈ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ പകുതി ആയിരിക്കും കേട്ടോ, ബീറ്റ ബൈ 2 ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ഹാഫ് ദാറ്റ് ഓഫ് ദി ഫ്രിഞ്ച് വിഡ്ത്ത് ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ ക്ലിയർ ഇൻ്റർഫറൻസ് പാറ്റേൺ വി ഷുഡ് ഹാവ് 2 sources of the same amplitude and different wavelength, 2 independent sources, 2 sources of different amplitude and same wavelength, 2 coherent sources. എന്താ വേണ്ടത്? ഒരു ക്ലിയർ ആയിട്ടുള്ള സസ്റ്റെയിൻഡ് ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടണമെങ്കിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? അത് നമ്മളുടെ സോഴ്സുകൾ എന്തായിരിക്കുക എന്നുള്ളതാണ്, കൊഹിറൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. 2 sources നോക്കി, 2 sources of the same amplitude and different wavelength ആണോ? അല്ല. ദെൻ 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സുകളാണോ? അല്ല. ദെൻ 2 sources of different amplitude and same wavelength ആണോ? അല്ല. എന്തായിരിക്കണം? രണ്ടും കൊഹിറൻ്റ് സോഴ്സുകളായിരിക്കണം നമ്മളുടെ സോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 light waves of amplitude A and 2A superimpose each other. The intensity of bright band is. Intensity of bright band എന്താ വരിക? Intensity of bright band എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? മാക്സിമം വരുന്നതാണ് അല്ലേ, Imax ആണ് intensity of bright band എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A1 + A2 അല്ലേ, A1 + A2 ഹോൾ സ്ക്വയർ എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ. ബ്രൈറ്റ് ചോദ്യം അതാണ്, 2 light waves of amplitude A and 2A superimpose each other. The intensity of bright band എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ബ്രൈറ്റ് ബാൻഡ് എന്ന് പറയുമ്പോൾ അത് മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ള കേസാണ് അല്ലേ, മാക്സിമം ഇൻറ്റൻസിറ്റി ആണ്, അതായത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് ബ്രൈറ്റ് ബാൻഡിൽ നിന്ന് തരുന്നത്. അപ്പോൾ അവിടുത്തെ പിന്നെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് അല്ലേ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Imax നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. Imax എങ്ങനെയാണ് കണ്ടുപിടിക്കുക? Imax ഈക്വൽ ടു A1 + A2 ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. A1 + A2 ഹോൾ സ്ക്വയർ ആണ്. A1 എത്രയാണ്? അത് A ആണ്. A2 എത്രയാണ്? 2A ആണ്.
ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എ പ്ലസ് 2a എന്താണ്? 3a ആണ്. 3a ഹോൾ സ്ക്വയർ എന്ന് പറയാം. എത്ര വരും നമുക്ക് ആൻസർ? 9a സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓപ്ഷനിലുണ്ടോ നോക്കി. 3a സ്ക്വയർ, 3a, 9a സ്ക്വയർ, 2a. ഏതാണോ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. 9a സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, ഇതെന്താണ്? ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ് ബാൻഡ് ആണ്. ബ്രൈറ്റ് ബാൻഡ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇന്റൻസിറ്റി ഓഫ് ഡാർക്ക് ബാൻഡ് ആണ് ചോദിക്കുന്നതെങ്കിലോ? ഡാർക്ക് ബാൻഡ് ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ മിനിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഐ മിനിമം എന്ന് പറയുമ്പോൾ എന്താ വരിക? A1 മൈനസ് A2 ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ? A1 മൈനസ് A2. A1 എന്താണ്? A ആണ്. മൈനസ് 2a എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, A1 മൈനസ് A2. അപ്പോൾ എന്ത് വരും? മൈനസ് A ഹോൾ സ്ക്വയർ എന്ന് വരും. എന്താ കിട്ടുക നമുക്ക്? A സ്ക്വയർ എന്ന് കിട്ടും. A സ്ക്വയർ ആയിരിക്കും മിനിമം ആംപ്ലിറ്റ്യൂഡ് അവിടെ ഉണ്ടാവുന്നത്, 0 ആയിരിക്കില്ല. അപ്പോൾ ഡാർക്ക് ബാൻഡിൻ്റെ കേസിൽ ഇൻറ്റൻസിറ്റി എന്താണ് വരിക? A സ്ക്വയർ ആയിരിക്കും വരിക. ബ്രൈറ്റ് ബാൻഡിൻ്റെ കേസിൽ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും വരുന്നുണ്ടാവുക? നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ 9a സ്ക്വയർ ആയിരിക്കും ഇൻറ്റൻസിറ്റി വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് പോക്കണേ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ സ്ക്രീൻ ഇൻ ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് മൂവ്ഡ് അവേ ഫ്രം ദ സോഴ്സ് ദ ഫ്രിഞ്ച് വിഡ്ത്ത്. ഓക്കെ, ചോദ്യം എന്താണ്? സ്ക്രീന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റർഫറൻസ് പാറ്റേണിൽ നിന്ന് കുറച്ചങ്ങ് മൂവ് ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്ക്രീനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഡി ആണല്ലോ. നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ബീറ്റ ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ആരെയാണ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്? ക്യാപിറ്റൽ ഡി ആണല്ലേ. ഇഫ് ദ സ്ക്രീൻ ഇൻ ആൻ ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് മൂവ്ഡ് അവേ, അത് മൂവ് ചെയ്യാണ്, മീൻസ് അകലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ്? ഡി ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബീറ്റയിൽ എന്താ ചേഞ്ച് ഉണ്ടാവുക? ബീറ്റ ഓൾസോ ഇൻക്രീസസ് ആണോ? ഓപ്ഷൻ എ ഇൻക്രീസസ്, ഓപ്ഷൻ ബി റിമെയിൻസ് അൺചേഞ്ച്ഡ്, ഓപ്ഷൻ ഡി ഡിക്രീസസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാ വരുന്നത്? ഇൻക്രീസസ് ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ലാംഡ ഡി ബൈ സ്മോൾ ഡി എന്നുള്ളതാണ് അല്ലേ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആരെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കുന്നത്? ഡി ആണ് ഇൻക്രീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ആയതുകൊണ്ട് തന്നെ ബീറ്റ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇതാ കഴിഞ്ഞ വർഷത്തെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കിയേ, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലേ അതേ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഈസ് ഫൗണ്ട് ടു ബി ബീറ്റ ഫോർ റെഡ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ റെഡ് ലൈറ്റിൻ്റെ കേസിൽ പിന്നെ ബീറ്റയാണ് നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്. If the distance between the slit is doubled and the blue light is used. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. അത് നമ്മൾ എന്താക്കി? 2D ആക്കി മാറ്റി. അടുത്ത എന്താണ്? ബ്ലൂ ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലൂ ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലൂ ലൈറ്റ് ആണ്, റെഡിന് പകരം നമ്മൾ ബ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഫ്രിഞ്ച് വിഡ്ത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമല്ലേ? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the slit is doubled and blue light is used, then അങ്ങനെയാണെങ്കിൽ ബീറ്റ increases, ബീറ്റ decreases, ബീറ്റ remains unchanged, data insufficient to calculate change in beta. എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്കറിയാം അല്ലേ, റെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിബ്ജിയോർ എന്ന് പറയുന്ന ആളെ നമുക്കറിയാലോ. ആ വിബ്ജിയോറിൽ റെഡിന് എന്താണ് വേവ് ലെങ്ത് കൂടുതലാണോ കുറവാണോ? ഇതിൻ്റെ വേവ് ലെങ്ത് നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെയല്ലേ, 400 മുതൽ 700 നാനോമീറ്റർ എന്നാണ് സാധാരണ പറയാറുള്ളത്. 720 750 എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് നമ്മൾ നോർമലി പറയുന്നത് എന്താണ്? 400 മുതൽ 700 വരെയാണ്. അപ്പോൾ റെഡിൻ്റെ വേവ് ലെങ്ത് എന്താണ്? ഓൾമോസ്റ്റ് 700 നാനോമീറ്റർ എന്നാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ റെഡിനേക്കാൾ വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ് ആര് എന്ന് പറയുന്നത്? ബ്ലൂ എന്ന് പറയുന്നത് അല്ലേ. ബ്ലൂ കളറിൻ്റെ വേവ് ലെങ്ത് കുറവാണ്. റെഡിനേക്കാൾ കുറവാണ്. വേവ് ലെങ്ത് ലെസ് ദാൻ റെഡ് ആണ് അല്ലേ. റെഡിനേക്കാൾ കുറവാണ് ബ്ലൂവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മളുടെ ഇക്വേഷൻ നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ. എന്താണ്? ബീറ്റ ഈക്വൽ ടു ലാംഡ ഡി ഡിവൈഡ് ബൈ ഡി എന്നാണ് നമ്മളുടെ ആദ്യത്തെ കേസിൽ നമ്മൾ ബീറ്റ റെഡ് എന്ന് വിളിക്കുന്നു. റെഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്? ഈ ഡിയുടെ വാല്യൂ ഞാൻ എന്താക്കാണ്? 2D ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഞാൻ അടുത്ത് ബീറ്റ ബ്ലൂ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ബീറ്റ ബ്ലൂ ആണെങ്കിൽ അവിടെ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്താണ്? ഈ ലാംഡ റെഡിന് പകരം നമ്മൾ എന്തെടുക്കുകയാണ്? ലാംഡ ഓഫ് ബ്ലൂ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഈ ഡി എന്താ? ക്യാപിറ്റൽ ഡി അങ്ങനെ തന്നെയാണ് നിർത്തുന്നത്. ഡിവൈഡഡ് ബൈ ഇയാളുടെ വാല്യൂ എന്താണ്? സ്മോൾ ഡി. അതായത് സ്ലിറ്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താക്കാണ്? ഇരട്ടിയാക്കാണ്. അതായത് 2D ആക്കാണ് അല്ലേ. 2D ആക്കാണ്.
അപ്പോൾ നോക്കി ഈ ഇക്വേഷനിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡിസ്റ്റൻസ് കൂട്ടുമ്പോൾ തന്നെ ഇരട്ടിയാക്കുമ്പോൾ തന്നെ ഈ വാല്യൂ കുറയത്തില്ലേ? കുറയും. അതിനോടൊപ്പം തന്നെ വേവ് ലെങ്ത്തിൽ മാറ്റം വരുന്നില്ലേ? വേവ് ലെങ്ത് കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? വേവ് ലെങ്ത് കുറയാണ്. ആദ്യം റെഡാണ് ഉപയോഗിച്ചിരുന്നത്, പിന്നീട് നമ്മൾ ബ്ലൂ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് കുറയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാല്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. എന്ന് വെച്ചാൽ ബീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബീറ്റ ഡിക്രീസസ് എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ബീറ്റ ഡിക്രീസസ്. ക്ലിയർ ആയോ അത്? ഓക്കെ, അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് എന്താ? ബീറ്റ ലാംഡ ഡി ബൈ ഡി ആണ്. ദെൻ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സ്ലിറ്റ് ആണ്. ഡി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് സ്ലിറ്റ് സെപ്പറേഷൻ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്ലിറ്റ് സെപ്പറേഷൻ നമ്മൾ ഡബിൾ ആക്കുകയാണ് അല്ലേ? അപ്പോൾ ഡി എന്ന് പറയുന്നത് 2D ആക്കി മാറ്റാം. അത്രയും തന്നെ ചെയ്താൽ തന്നെ ബീറ്റ എന്തായി മാറി? ബീറ്റ നേരത്തെ പകുതിയായി മാറി. ഇത്രയും സാധനം എന്ന് പറയുന്നത് ബീറ്റയാണ് ബൈ 2 കുറഞ്ഞു. ബട്ട് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് മാറ്റുന്നത്. റെഡ് എന്നുള്ളത് നമ്മൾ ബ്ലൂ ആക്കി മാറ്റുന്നത്. അപ്പോൾ വീണ്ടും എന്താ ചെയ്യുന്നത്? വേവ് ലെങ്ത് നോക്കുമ്പോൾ ബ്ലൂവിൻ്റെ വേവ് ലെങ്ത് റെഡിനേക്കാൾ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാല്യൂ വീണ്ടും എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ റെഡ് ലൈറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ബ്ലൂ ലൈറ്റ്. സോ ലാംഡ ബ്ലൂ ഈസ് ലെസ് ദാൻ ലാംഡ റെഡ് ആണ്. ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ് സ്മോളർ, കുറച്ചുകൂടി ചെറുതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ചേഞ്ചുകൾ നമ്മൾ രണ്ട് ചേഞ്ചാണ് വരുത്തുന്നത് അല്ലേ? ഒന്ന് നമ്മൾ ആ സ്ലിറ്റ് സെപ്പറേഷൻ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയാക്കുന്നു. രണ്ടാമത്തെ എന്താണ്? ബ്ലൂ കളറാണ്. റെഡ് ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്, അത് ബ്ലൂ ആക്കി മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന രണ്ട് കണ്ടീഷൻസും അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളും എന്താണ് ചെയ്യുന്നത്? രണ്ട് ചേഞ്ചുകളും എന്താ ചെയ്യുന്നത്? നമ്മളുടെ ബീറ്റയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നോർമലി. അപ്പോൾ സ്വാഭാവികമായിട്ടും ബീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻ്റർഫറൻസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. കളേഴ്സ് ഓഫ് തിൻ ഫിലിം ഉണ്ട്, അതോടൊപ്പം തന്നെ ന്യൂട്ടൺസ് റിംഗ് പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അല്ല ഇപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പ്രീവിയസ് ഇയർ ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഉണ്ടാവാറുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത് അതുകൊണ്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഫ്രിഞ്ച് വിഡ്ത്ത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇവിടുന്ന് രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷനുകളില്ലേ, അതൊന്ന്. അതോടൊപ്പം തന്നെ ഈ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ കാര്യം, പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കേസിലും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കേസിലും, അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ചും ഡാർക്ക് ഫ്രിഞ്ചും കിട്ടാനുള്ള അതിൻ്റെ കണ്ടീഷനുകൾ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടിയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കളേഴ്സ് ഓഫ് തിൻ ഫിലിം, അതായത് ഈ സോപ്പ് ബബിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? സോപ്പ് ബബിൾസൊക്കെ നമ്മളിങ്ങനെ മുകളിലോട്ട് എയറിലേക്ക് ഇങ്ങനെ വിടുമ്പോൾ അതിൽ ഒരു കളർ ഇങ്ങനെ കാണാൻ പറ്റില്ലേ? ഇപ്പോൾ ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലൊക്കെ ഒരു കളർ നിങ്ങൾക്ക് കാണാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം വെള്ളത്തിൽ എന്താ പറയുക, ഓയിൽ, അതായത് ഇപ്പോൾ ലൈക്ക് പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ ഒക്കെ വന്ന് പതിക്കുമ്പോൾ, മഴക്കാലമാണ് പ്രത്യേകിച്ച്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ മിക്കവാറും റോട്ടിൽ വാഹനങ്ങളിൽ നിന്നുള്ള ഒരു തുള്ളി പെട്രോളോ ഡീസലോ ഒക്കെ നിലത്ത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം കാണാൻ പറ്റും. കളർഫുൾ എന്ന് മീൻസ് എല്ലാ കളറുകളും ഉള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ, ഇൻ്റർഫറൻസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ അതിനെയാണ് നമ്മൾ കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ് എന്ന് പറയുന്നത്. വളരെ തിന്നായിട്ടുള്ള ഫിലിം ലെയർ പോലെയാണ്, വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ കളറിന് കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിനനാണ്. ഇനി നോക്കിയേ, ദ ബ്രില്യൻ കളേഴ്സ് സീൻ ഇൻ സോപ്പ് ബബിൾസ്, ഓയിൽ ഫിലിംസ് ഓൺ വാട്ടർ ഓർ എയർ ഫിലിംസ് ബിറ്റ്വീൻ ഗ്ലാസ് പ്ലേറ്റ്സ് എറൈസസ് ഡ്യൂ ടു ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദി അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ദ തിൻ ഫിലിം. അപ്പോൾ വാട്ടർ ബബിളിൻ്റെ കേസ് എടുക്കുകയാണ്. ഇപ്പോൾ വാട്ടർ ബബിൾ ഉണ്ട്, അതിനൊരു അപ്പർ സർഫസും ഉണ്ടാവും, ലോവർ സർഫസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാവുന്ന ലൈറ്റ് റേയുടെ, ഇപ്പോൾ ലൈറ്റ് റേ വരുന്നു, ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നു, അതേപോലെ ഇവിടെ വരുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ഈ രണ്ടാളുകളും എന്ത് ചെയ്യും? പോയി ഇൻ്റർഫിയർ ചെയ്യും. ഇപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് സിലബസിൽ അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളതിനെ കുറിച്ച് പറയാതിരിക്കുന്നത്. ഇൻ്റർഫറൻസ് ബൈ റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, സ്കാറ്ററിംഗ് ഉണ്ട്, അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇൻ്റർഫറൻസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ കളേഴ്സ് ഓഫ് തിൻ ഫിലിം എന്നുള്ളത് ആക്ച്വലി എന്താണ്? ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വഴിയാണ് ഉണ്ടാവുന്നത്, റിഫ്ലക്റ്റഡ് ഫ്രം ദി അപ്പർ
അപ്പർ ആൻഡ് ലോവർ സർഫേസ് ഓഫ് ദി തിൻ ഫിലിം. നമ്മളുടെ തിൻ ഫിലിമിൻ്റെ അപ്പർ സർഫസും ലോവർ സർഫേസിൽ നിന്നും ലൈറ്റ് റേ എന്ത് ചെയ്യാണ്, റിഫ്ലക്റ്റ് ചെയ്ത് പോയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ പറയുന്ന കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ വരച്ച ഈ ഡയഗ്രം തന്നെയാണ്. അതായത് നമുക്ക് ഒരു തിൻ ലെയർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഒരു തിൻ ലെയർ ഉണ്ടെന്ന് കരുതുക. തിൻ ലെയർ എന്ന് പറയുമ്പോൾ അപ്പർ ആൻഡ് ലോവർ പോർഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലൈറ്റ് റേ വരുന്നു, ഈ ലൈറ്റ് റേ ഇവിടെ വന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. അതേപോലെ തന്നെ ഇതേ ലൈറ്റ് റേ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും, താഴത്തെ ലെയറിലും വന്നിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകുമല്ലോ. ഈ രണ്ട് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആളുകളും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നുണ്ടാവും, ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് കിട്ടുന്നു. ഇൻ്റർഫറൻസ് വഴി നമുക്ക് അവിടെ കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന കളർ ബ്രില്യൻ കളേഴ്സ് അല്ലെങ്കിൽ തിൻ ഫിലിമിൻ്റെ കളറുകൾ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ തിൻ ട്രാൻസ്പെറൻറ്റ് ഫിലിം, പാർട്ട് ഓഫ് ഇറ്റ് റിഫ്ലക്ട്സ് ഫ്രം ദ ടോപ്പ് സർഫേസ് ആൻഡ് പാർട്ട് ഫ്രം ദി ബോട്ടം സർഫേസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് വന്ന് പതിക്കുകയാണ്. അപ്പോൾ ടോപ്പ് സർഫസിൽ നിന്നും അതുപോലെ തന്നെ ബോട്ടം സർഫസിൽ നിന്നും എന്ത് ചെയ്യും, ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോകും. സോ ദീസ് ടു റിഫ്ലക്റ്റഡ് വേവ്സ് ഇൻ്റർഫിയർ. ഇത് രണ്ടും എന്ത് ചെയ്യുക, പോയിട്ട് ഇൻ്റർഫറൻസിന് വിധേയമാകും, ഡിപ്പെൻഡിങ് ഓൺ ദി പാത്ത് ഡിഫറൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ അവിടെ നമുക്ക് ലഭിക്കുന്നത്. സം വേവ് ലെങ്ത്സ് അണ്ടർഗോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് അതർ ഗോ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പോൾ ചിലത് എന്ത് ചെയ്യും, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് വിധേയമാകും, ചിലത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന് വിധേയമാകും, ഡിപ്പെൻഡിങ് ഓൺ ദി പാത്ത് ഡിഫറൻസ്. അപ്പോൾ ആ പാത്ത് ഡിഫറൻസിനനുസരിച്ചുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന ഇൻ്റർഫറൻസ് ഫോം ചെയ്യുന്നത്. ദ ഇറിഡിസെൻറ്റ് കളേഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സോഫ്റ്റ് ഫിലിംസ് ആൻഡ് ഓയിൽ ഫിലിംസ് സ്പ്രെഡ് ഓൺ ദ വാട്ടർ വെൻ എക്സ്പോസ്ഡ് ടു സൺലൈറ്റ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ്. ഇപ്പോൾ സോപ്പ് ബബിൾസ് അല്ലെങ്കിൽ എന്താ പറയുക, സോപ്പ് ഫിലിം, ഇപ്പോൾ സോപ്പൊക്കെ നമുക്കിങ്ങനെ ബബിളാക്കി പുറത്തേക്ക് പറന്ന് പോകുന്ന സാഹചര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ പലതരത്തിലുള്ള കളറുകൾ നമുക്ക് അതിനകത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള കളറുകൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, നമ്മൾ ഈ പറയുന്ന ഇൻ്റർഫറൻസ് വഴി തിൻ ഫിലിംസിൽ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും ഓർത്തിരിക്കുക, ഈ കളേഴ്സ് ഓഫ് തിൻ ഫിലിം എന്ന് പറയുന്നത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്, നമ്മളുടെ ഇൻ്റർഫറൻസ് കാരണമാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഒരു ടോപ്പിക് ഉണ്ട്, ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് വേഴ്സസ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നുണ്ട്. സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് ആൻഡ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, ഓൾട്ടർനേറ്റിംഗ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡുകളെയാണ്, അല്ലെങ്കിൽ കളേർഡ് ബാൻഡുകളെയാണ് നമ്മൾ ഫ്രിഞ്ചുകൾ എന്ന് വിളിക്കുന്നത്. ഫോംഡ് ഓൺ എ സ്ക്രീൻ ഡ്യൂ ടു ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വേവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബ്രൈറ്റ് ബാൻഡ് ഉണ്ട്, ദെൻ ഡാർക്ക് ബാൻഡ് ഉണ്ട്, വീണ്ടും ബ്രൈറ്റ് ബാൻഡ്. അപ്പോൾ ഈ രീതിയിൽ ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡുകൾ ഒരു സ്ക്രീനിൽ ഫോം ചെയ്യാണ് ബൈ ഇൻ്റർഫറൻസ് വഴിയാണ് അത് ഫോം ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രിഞ്ചുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഇൻ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഹൗ ദ വേവ്സ് മീറ്റ് ഓർ ദ ജിയോമെട്രി ഓഫ് ദ സെറ്റപ്പ്. അതായത് എങ്ങനെയാണ് വേവുകൾ മീറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഞ്ചുകളെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഫ്രിഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ആ ഫ്രിഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ്സും അതുപോലെ തന്നെ ഈക്വൽ ഇൻക്ലിനേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പിന്നെ അതിൻ്റെ ജോമെട്രി എന്നുള്ളതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് എന്ന് പറയുന്നതാണ്. ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിയേ, ഫോംഡ് വെൻ ദി പാത്ത് ഡിഫറൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി തിക്നെസ് ഓഫ് എ തിൻ ഫിലിം. അതായത് ആ ഒരു തിൻ ഫിലിമിൻ്റെ കേസ്, ഇപ്പോൾ തിൻ ഫിലിമിൽ ആണ് നമ്മൾ കളേഴ്സ് ഓഫ് തിൻ ഫിലിം നമ്മൾ പറഞ്ഞിരുന്നു, ഇൻ്റർഫറൻസ് പാറ്റേൺ വഴി നമുക്ക് കളറുകൾ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ ഈ പറയുന്ന ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, പാത്ത് ഡിഫറൻസ് അവിടുത്തെ തിൻ ഫിലിമിൻ്റെ തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ, ഓക്കെ, ഫോംഡ് വെൻ ദി പാത്ത് ഡിഫറൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി തിക്നെസ് ഓഫ് എ തിൻ ഫിലിം. അങ്ങനെയാണെങ്കിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമുക്ക് ഫ്രിഞ്ച് വിത്ത് ഈക്വൽ തിക്നെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഫോർമേഷനെ കുറിച്ച് നോക്കിയേ, ഒക്കർ ഡ്യൂ ടു റിഫ്ലക്ഷൻ ഓർ ട്രാൻസ്മിഷൻ ഫ്രം ദി ടു സർഫസ് ഓഫ് എ തിൻ ഫിലിം. ഒരു തിൻ ഫിലിമിൻ്റെ രണ്ട് സർഫസ് ഉണ്ടല്ലോ, അപ്പർ സർഫസ് ഉണ്ട്, ലോവർ സർഫസ് ഉണ്ട്. അപ്പോൾ ഈ സർഫസുകളിൽ റിഫ്ലക്ഷനോ ട്രാൻസ്മിഷനോ നടന്നിട്ടാണ് ആര് ഫോം ചെയ്യുന്നുണ്ടാകുന്നത്, നമ്മളുടെ ഫ്രിഞ്ചസ് ഓഫ്
ഈക്വൽ തിക്നെസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഞ്ച് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഫ്രിഞ്ച് ഫോം ചെയ്യുന്നത് റിഫ്ലക്ഷൻ വഴിയോ അതല്ല എങ്കിൽ ട്രാൻസ്മിഷൻ വഴിയോ ആണ് ഫോം ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഫ്രിഞ്ചുകളെയാണ് ഫ്രിഞ്ച് ഓഫ് ഈക്വൽ തിക്നെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദെൻ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, വെൻ ദി പാത്ത് ഡിഫറൻസ് ഡിപ്പെൻഡ് ഓൺ ദി തിക്നെസ് ഓഫ് എ തിൻ ഫിലിം. തിക്നെസ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പാത്ത് ഡിഫറൻസ് തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിലാണ് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രിഞ്ച് വിത്ത് ഈക്വൽ തിക്നെസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ന്യൂട്ടൺസ് റിങ്ങിൽ നിങ്ങൾക്കറിയാം ഒരു ഡാർക്ക് ബാൻഡ് ഉണ്ടാവും, പിന്നെ ബ്രൈറ്റ് ഡാർക്ക്, അങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുന്നത് അവിടെ, പിന്നെ നമ്മളുടെ പാറ്റേൺ ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഫ്രിഞ്ചുകൾ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ്, അവിടുത്തെ തിക്നെസ്സിനെയാണ്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ തിക്നെസ് മാറുന്നതിനനുസരിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ് എന്തിന്, ഫ്രിഞ്ച് ഓഫ് ഈക്വൽ തിക്നെസ്സിന് എക്സാമ്പിളാണ് നമ്മളുടെ പിന്നെ ന്യൂട്ടൺസ് റിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വെഡ്ജ് ഷേപ്ഡ് ഫിലിം ഇന്റർഫറൻസ്, എയർ വെഡ്ജ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെഡ്ജ് ഷേപ്ഡ് പിന്നെ ഫിലിമിൽ ഇന്റർഫറൻസ് ഫോം ചെയ്യുന്ന എന്തിന് എക്സാമ്പിളാണ്, ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ്സിന് എക്സാമ്പിളാണ്. ദെൻ ഇത് സർക്കുലർ ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫ്രിഞ്ചസ് ആയിട്ടോ അത് ഫോം ചെയ്യാം. ആ ഫിലിമിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി. ഇപ്പോൾ ന്യൂട്ടൺസ് റിംഗിലാണെങ്കിൽ സർക്കുലർ ആണ് ഫോം ചെയ്യുന്നുണ്ടാവുക. ദെൻ എയർ വെഡ്ജിലാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ക്ലോസ് ആയിരിക്കും കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്രിഞ്ച് പാറ്റേണുകളായിരിക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് തിക്നെസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രിഞ്ച് വിത്ത് അല്ലെങ്കിൽ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ് എന്ന് പറയുന്നത്. ഫോം ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, റിഫ്ലക്ഷനോ ട്രാൻസ്മിഷനോ ആണ്. എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ന്യൂട്ടൺസ് റിംഗ്, എയർ വെഡ്ജ് ഒക്കെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ ആണ്. ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്താണ്, ഫോംഡ് വെൻ ദി പാത്ത് ഡിഫറൻസ് ഡിപ്പെൻഡ് ഓൺ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓർ റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് നേരത്തെ തിക്നെസ്സിനെ ആയിരുന്നല്ലോ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവിടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയോ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെയോ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ ഫോം ചെയ്യുന്ന ഫ്രിഞ്ചുകളാണ് എന്തെന്ന് പറയുന്നത്, ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കിയേ, ഒക്കർ വെൻ ലൈറ്റ് വേവ് ഇന്റർഫിയർ ആഫ്റ്റർ റിഫ്ലക്ഷൻ അറ്റ് ഈക്വൽ ആംഗിൾസ്. ഈക്വൽ ആംഗിളുകളിൽ, ഓക്കെ, ഈക്വൽ ആംഗിൾസിൽ എന്ത് ചെയ്യാണ്, ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഉള്ള ലൈറ്റ് റേ റിഫ്ലക്ട് ചെയ്യുന്ന വരുന്ന വേവുകൾ എന്ത് ചെയ്യാണ്, ഇന്റർഫിയർ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ ഉണ്ടാവുന്നത്. ഒക്കർ വെൻ ലൈറ്റ് വേവ് ഇന്റർഫിയർ ആഫ്റ്റർ റിഫ്ലക്ഷൻ അറ്റ് ഈക്വൽ ആംഗിൾ. രണ്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ തന്നെയാണ് നടക്കുന്നത്, പക്ഷേ ഇവിടുന്ന് ഒന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്തത് ബോട്ടം സർഫസ് ആണ്, ഇവിടെ വന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ രണ്ടാളുകളുടെയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആണെങ്കിൽ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈക്വൽ ആണെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെയാണ് അതെന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. എക്സാമ്പിൾ നേരത്തെ നമ്മൾ ന്യൂട്ടൺസ് റിംഗ് അല്ലേ പറഞ്ഞത്, ഇവിടെ മൈക്കൽസൺസ് ഇന്റർഫെറോമീറ്റർ, അതുപോലെ തന്നെ എയർ വെഡ്ജ്. നേരത്തെ ഞാൻ എയർ വെഡ്ജ് എന്ന് പറഞ്ഞതല്ല, വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇവിടെ എയർ വെഡ്ജ്, പ്രോപ്പറായിട്ട് നമ്മൾ എയർ വെഡ്ജ് ആണ് ഇവിടുത്തെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. എയർ വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് ഗ്ലാസ് പ്ലേറ്റുകൾ നമ്മൾ എടുക്കുക, ആ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഓരോ എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ആയിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ കെട്ടുക, ടൈറ്റായിട്ട് മുറുക്കി വെക്കുക. then ഇപ്പുറത്തെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഹെയറോ അങ്ങനെ വളരെ തിക്നെസ് കുറഞ്ഞൊരു സാധനം നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ ആ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ ഈ മുടി വെക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, എയറിന് കയറി വരാൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. സോ അതാണ് എയർ വെഡ്ജ് എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ്. അപ്പോൾ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോൾ ഒരു ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെയാണ്, മറ്റേ ആൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇത്രയും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് ഇവിടെ ചെറിയൊരു മുടി അല്ലെങ്കിൽ ഹെയർ എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ വെക്കുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവർ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിൽ എയർ വന്ന് കയറും. ഓക്കെ, അതാണ് എയർ വെഡ്ജ് എന്ന് പറയുന്നൊരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്, മൈക്കൽസൺസ് ഇന്റർഫെറോമീറ്ററും അതുപോലെ തന്നെ എയർ വെഡ്ജ് എന്ന് പറയുന്നതും നമ്മളുടെ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്.
ഓക്കെ. ദെൻ അപ്പിയറൻസ് എങ്ങനെയാണ്? കോൺസെൻട്രിക് സർക്കുലാർ ഫ്രിഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ സർക്കുലാർ ഫ്രിഞ്ചുകളാണ് മൈക്കൽസൺ ഇന്റർഫെറോമീറ്ററിൽ ഫോം ചെയ്യുന്നത്. സർക്കുലാർ ഫ്രിഞ്ചുകളായിരിക്കും, കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കുലാർ ഫ്രിഞ്ചുകളായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ്, അതായത് ഈക്വൽ തിക്നെസിന്റെ കേസിലാണെങ്കിൽ, ഫ്രിഞ്ച് ഓഫ് ഈക്വൽ തിക്നെസിന്റെ കേസിലാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? തിക്നെസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, അതായത് ഇൻക്ലിനേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്രിഞ്ച് ഓഫ് തിക്നെസ് എന്നും ഫ്രിഞ്ച് ഓഫ് ഇൻക്ലിനേഷൻ എന്നും നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഫ്രിഞ്ച് ഓഫ് ഈക്വൽ തിക്നെസ് ആൻഡ് ഫ്രിഞ്ച് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ദെൻ അവർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? റിഫ്ലക്ഷൻ വഴിയോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ വഴിയോ ആണ് ഫോം ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ റിഫ്ലക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, എന്താണ്? നമ്മളുടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആംഗിൾസിലായിരിക്കണം റിഫ്ലക്ഷൻ നടക്കേണ്ടത്. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഫ്രിഞ്ച് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ ഫോം ചെയ്യുകയുള്ളൂ. ദെൻ എക്സാമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഫ്രിഞ്ച് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്? മൈക്കൽസൺസ് ഇന്റർഫെറോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ്, അതുപോലെ തന്നെ എയർ വെഡ്ജും ആണ് പറയുന്നത്. ബട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രിഞ്ച് ഓഫ് ഈക്വൽ തിക്നെസിന്റെ കേസിലേക്ക് വരുമ്പോൾ ന്യൂട്ടൺസ് റിംഗ്, അതുപോലെ തന്നെ വെഡ്ജ് ഷേപ്ഡ് ഫിലിം ഇന്റർഫറൻസ് ഒക്കെയാണ് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫ്രിഞ്ചിന്റെ അപ്പിയറൻസ് അത് എങ്ങനെയാണ് കാണപ്പെടുക? അതെങ്ങനെയാണ്? സർക്കുലാർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫ്രിഞ്ചസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഇവിടെ എന്താണ്? കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കുലാർ ഫ്രിഞ്ചുകളായിരിക്കും നമ്മളുടെ ഫ്രിഞ്ച് ഓഫ് ഈക്വൽ തിക്നെസിന്റെ കേസിലേക്ക്, ഈക്വൽ ഇൻക്ലിനേഷന്റെ കേസിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നോക്കി, ഇതാണ് നമ്മളുടെ ആ ഒരു അറേഞ്ച്മെന്റ് എന്ന്. ഇപ്പോൾ ലൈറ്റ് റേ വരികയാണ്, ഇവിടെ തട്ടി ഇങ്ങോട്ട് പോയി, അടുത്തത് ഇവിടെ തട്ടി ഇങ്ങോട്ട് പോയി. അപ്പോൾ ഈ രണ്ടാളുകൾ എന്ത് ചെയ്യാണ്? റിഫ്ലക്റ്റർ റേ ആണ്. ഇത് പോയിട്ട് ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇത് പോയിട്ട് ഇന്റർഫിയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ഡാർക്ക് എന്നുള്ള ഒരു ഇത് കിട്ടും, ഫ്രിഞ്ചുകൾ കിട്ടും. സ്ട്രെയിറ്റ് ഫ്രിഞ്ചുകൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്? നമുക്കിങ്ങനെ സർക്കുലർ ആയിട്ടുള്ള ഫ്രിഞ്ചുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ന്യൂട്ടൺസ് റിങ്ങിൻ്റെ കേസിലേക്ക്. ഇവിടെ മൈക്കൽസൺ ഇന്റർഫെറോമീറ്ററിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്? കോൺസെൻട്രിക് ആയിട്ടുള്ള സർക്കുലർ ഫ്രിഞ്ചുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ എങ്ങനെയാണ്? ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് എല്ലാം എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെയാണ് നമ്മുടെ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷൻ ഫോം ചെയ്യുന്നുണ്ടാവുക. ദെൻ എയർ വെഡ്ജിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്? എയർ വെഡ്ജിലും ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്രിഞ്ചുകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് നോക്കി, ഇത് അതിൻ്റെ ലോവർ പാർട്ടാണ്, ഇത് അതിൻ്റെ അപ്പർ പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഹെയർ, അത് നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് നോക്കുമ്പോൾ അവിടെ വലിയ ചേഞ്ച് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല, ഒന്നും ഉണ്ടാവില്ല, ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ അവിടെ എന്തുണ്ട്? ചെറിയ ആ ഒരു തിക്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ ആ ഗ്ലാസ് പ്ലേറ്റ് കുറച്ചൊരു വ്യത്യാസത്തിലായിരിക്കും നിൽക്കുക, പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സാധനം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ മുടിയാണ്, ഹെയർ ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അത്രയും തിക്നെസ് കുറഞ്ഞ സാധനമാണെങ്കിൽ പോലും അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ എയർ വന്ന് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് അവിടെ നമുക്ക് ഈ പറയുന്ന ഇന്റർഫറൻസ് പാറ്റേൺ ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ തിക്നെസ്സും അതുപോലെ തന്നെ ഫ്രിഞ്ചസ് ഓഫ് ഈക്വൽ ഇൻക്ലിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇൻ്റർഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു എക്സ്പെരിമെൻ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ന്യൂട്ടൺസ് റിംഗ് എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് റിംഗ്, അപ്പോൾ ആക്ച്വലി ന്യൂട്ടൺസ് റിങ്ങിൽ അല്ലെങ്കിൽ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ ബിഹൈൻഡ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് എന്താ പറയാൻ പറ്റും? ഇൻ്റർഫറൻസ് ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ന്യൂട്ടൺസ് റിങ്ങിനെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. ന്യൂട്ടൺസ് റിങ്സ് ആർ ഫോംഡ് വെൻ എ plano-convex lens P of a large focal length placed on a sheet of plain glass AB is illuminated from the top with monochromatic light. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കണ്ടാൽ മനസ്സിലാവും. നോക്കി, ഇവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഈ ചിത്രം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റേലേക്ക് പോവാം. നോക്കാം, ഒരു പ്ലെയിൻ ഗ്ലാസ് ഉണ്ട്. ആ പ്ലെയിൻ ഇപ്പോൾ താഴെ കാണിച്ചിട്ടുള്ള ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. ആ പ്ലെയിൻ ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു സോഡിയം വേപ്പർ ലാമ്പ് ഉണ്ടാവും. ആ സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യും. ലൈറ്റ് എന്നിട്ട് ഒരു ഗ്ലാസ് പ്ലേറ്റ്, ഒരു 45 ഡിഗ്രി ചരിവിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്ലാസ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ അതിലേക്ക് വരും. അതിൽ നിന്ന് വന്നിട്ട് നേരെ ഈ പ്ലാനോ കോൺവെക്സ് ലെൻസിലേക്ക് വന്ന് തട്ടും. ദെൻ അത് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അപ്പോൾ നമ്മളിവിടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എന്ത് കിട്ടും നമുക്ക്? ന്യൂട്ടൺസ് റിങ്ങുകൾ ഈ രീതിയിൽ സർക്കുലർ ആയിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതാണ് ആക്ച്വലി ആ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. സോ ന്യൂട്ടൺസ് റിങ്സ് ആർ ഫോംഡ് വെൻ എ പ്ലാനോ കോൺവെക്സ് ലെൻസ് P of a large focal length placed on a plain glass sheet
AB is illuminated from the top with monochromatic light. അപ്പോൾ ഈ സോഡിയം വേപ്പർ ലാമ്പ് ആണ് നമ്മളുടെ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോണോക്രോമാറ്റിക് ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സോഴ്സ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ലൈറ്റ് എന്ത് ചെയ്യാണ്, ഇതാ ഒരു ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ നമ്മൾ വെച്ചിട്ട് ഗ്ലാസ് പ്ലേറ്റിലൂടെ വന്നിട്ട് നമ്മുടെ പ്ലാനോ കോൺവെക്സ് ലെൻസിലേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ the combination forms a thin circular air film of variable thickness in all directions around the point of contact of the lens and the glass plate. അപ്പോൾ നോക്കി, ഇവരുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ പ്ലെയിൻ ഗ്ലാസും പ്ലാനോ കോൺവെക്സ് ലെൻസും കൂടി കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങടേക്കും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങടേക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സൈഡുകളിലേക്കും നമുക്ക് എന്ത് കിട്ടും, കോൺസെൻട്രിക് ആയിട്ടുള്ള റിങ്ങുകൾ, നമുക്ക് സർക്കുലർ ആയിട്ടുള്ള റിങ്ങുകൾ, നമുക്ക് സർക്കുലർ ഫിലിം, എയർ ഫിലിം അവിടെ ഫോം ചെയ്യുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് ഫോർ ഒബ്സർവിംഗ് ന്യൂട്ടൺ റിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നമ്മളുടെ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് ഉണ്ട്, ദെൻ ഒരു പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ടുണ്ട്, സോഡിയം വേപ്പർ ലാമ്പ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ലൈറ്റ് ഇതാ ഇങ്ങടേക്ക് വരും, ദെൻ ഇവിടെ നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്ലാസ് പ്ലേറ്റ് തട്ടിയിട്ട് ലൈറ്റ് റേ എന്ത് ചെയ്യും, താഴേക്ക് വന്ന് പതിക്കും. അപ്പോൾ ഇവിടെ വന്ന് ലൈറ്റ് റേ പതിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഈ ലൈറ്റ് റേ തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇവിടെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കോൺസെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കുലർ റിങ്ങുകളാണ് അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക എന്ന കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, then അതിൻ്റെ ഒരു തിയററ്റിക്കൽ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു റേഡിയസ്, അതായത് നമ്മൾ ഈ ഒരു പിന്നെ ലെൻസിൻ്റെ, നമ്മൾ പ്ലാനോ കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ പ്ലെയിൻ ഗ്ലാസ് ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇതാണ് നമ്മുടെ പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. പ്ലാനോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്. താഴത്തെ ആളാണ് ആര്, നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഗ്ലാസ് പ്ലേറ്റ്, താഴത്തെ ആളാണ് നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ആർ ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലെൻസിൻ്റെ റേഡിയസ് നമ്മൾ എന്തെടുക്കുകയാണ്, ആറായിട്ട് എടുക്കുകയാണ്. ദെൻ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റ്, അവിടെ ഒരു ഡാർക്ക് ഫ്രിഞ്ചാണ് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഡാർക്ക് ആയിരിക്കും, ദെൻ ബ്രൈറ്റ് ഡാർക്ക്, അങ്ങനെ വന്നിട്ട് ഈ ഒരു എൻഡിൽ ഒരു ഡാർക്ക് ഫ്രിഞ്ച് ആണ് ഫോം ചെയ്യുന്നതെന്ന് കരുതുക. ദെൻ ദ തിക്നെസ് ഓഫ് ദി എയർ ഫിലിം അറ്റ് ക്യൂ PQ ഈക്വൽ ടു T ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് ഇതാ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇതൊരു പ്ലെയിൻ ഗ്ലാസ് ആണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ലെൻസ് ഇങ്ങനെ പ്ലേസ് ചെയ്യാണ്, ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്യാണ്. നോക്കി, ഈ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഇതാണല്ലോ, അത് രണ്ടും കോൺടാക്ട് ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങടേക്ക് വരുംതോറും ഇതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരികയല്ലേ, അല്ലേ? ഈ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങടേക്ക് പോകും തോറും ഇവിടെ നിന്ന് ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. എന്ന് വെച്ചാൽ ഈ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിപ്പോൾ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇതിപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ Oയിൽ നിന്ന് Pയിലേക്ക് പോകും തോറും, അല്ലെങ്കിൽ ഇവിടെ P എങ്കിൽ Oയിൽ നിന്ന് Pയിലേക്ക് വരും തോറും നമ്മളുടെ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. അതായത് എയർ ഈ ഗ്യാപ്പിൽ എന്താ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക, എയർ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, എയർ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ എയറിൻ്റെ ഫിലിം അല്ലെങ്കിൽ എയറിൻ്റെ ഫിലിമിൻ്റെ തിക്നെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങടേക്ക് വരുന്നതോറും അത് കൂടി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എൻഡ് പോയിന്റ് ഇവിടെയാണ് ലാസ്റ്റത്തെ ആൾ ഫോം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഒരു ഡാർക്ക് ബാൻഡാണ്, ഡാർക്ക് ഫ്രിഞ്ചാണ് ഫോം ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ എയർ ഫിലിം, ഓക്കെ, ഇവിടെ ഈ പ്ലാനോ കോൺവെക്സ് ലെൻസും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റും ആണല്ലോ ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ തിക്നെസ് നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, T ആയിട്ട് എടുക്കുകയാണ്. ദെൻ റേഡിയസ് ഓഫ് സർക്കുലാർ ഫ്രിഞ്ച് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് സെൻട്രൽ ഒരു സ്പോട്ട് ഉണ്ടാവും, ദെൻ ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ലാസ്റ്റത്തെ പോർഷൻ, ഈ Q എന്ന് പറയുന്നത് ഇതാണ് Q എന്ന് പറയുന്ന പോയിന്റ് എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്, RN ആയിട്ട് ഇതിൻ്റെ റേഡിയസ് ഞാൻ എടുക്കുകയാണ്. RN ആണ് അതിൻ്റെ റേഡിയസ് എന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു തിയററ്റിക്കൽ അപ്രോച്ചിലേക്ക് പോയാൽ പൈതഗോറസ് തിയറം പ്രകാരം, പൈതഗോറസ് തിയറം നോക്കി, ഇവിടെ നമ്മൾ നോക്കാം. ഇപ്പോൾ ഈ ഒരു ലെങ്ത് RN ആണ്, ഇതൊരു RN ആണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ഒരു ലെങ്ത്തും RN ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. ദെൻ ഇത് 6 ആണ്, ടോട്ടൽ 6 ആണ്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇതും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ലെങ്ത് PM² എന്ന് പറയുന്നത്, PM² എന്ന് പറയുന്നത് എന്താണ്, PN² ആണ്. PN എവിടെയാണ്, PN². ഓക്കെ, PN², ദെൻ PN², ബാക്കി എന്താ ഉള്ളത്, പ്ലസ് MN² എന്നാണ് വരുന്നത് അല്ലേ. PN² പ്ലസ് MN² എന്നാണ് നമുക്ക് അവിടെ വരുന്നത്. ഇതാണ് N എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ
PM² പ്ലസ് PN². ഇവിടെയാണ് n എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. യെസ്, ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, n. അപ്പോൾ ഈ ഒരു ലെങ്ത് അല്ലേ നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ എന്ത് പറയാൻ പറ്റും, PM² എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, PM² പ്ലസ് PN², സോറി PN² പ്ലസ് MN²ന് ഈക്വൽ ആണ് ആര് എന്ന് പറയുന്നത്, PM² എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ PM² എന്ന് പറഞ്ഞാൽ PM എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇത് റേഡിയസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ആ സർക്കുലർ പിന്നെ പാത്തിന്റെ റേഡിയസ് ആണ്. സോ അതിനെ R എന്ന് വിളിച്ചു. R² ഇസ് ഈക്വൽ ടു PN² എന്ന് പറയുന്നത് എന്താണ്, PN എന്ന് പറയുന്നത് ഈ ലെങ്ത് അല്ലേ, ആ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, RN ആണ് അല്ലേ, സ്മോൾ RN ആണ്. RN² പ്ലസ് ദെൻ ഈ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ടോട്ടൽ ലെങ്ത് 6 ആണ്. ദെൻ ഇവിടെ ഇത്രയും ഭാഗം എന്താണ്, T ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, R - T ചെയ്താൽ മതി അല്ലേ. അതായത് നമ്മൾ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് n ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ലെങ്ത് 6 ആണ്. അതിൽ ഇത്രയും ഭാഗം n ആണ്. ദെൻ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്ക് കണ്ടുപിടിച്ചൂടെ, എങ്ങനെ ചെയ്യാൻ പറ്റും, MN എന്ന് പറയുന്നത് MN² എന്ന് പറയുന്നത് R - T² എന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതിനെന്ത് ചെയ്യാം, R² ഇസ് ഈക്വൽ ടു RN² പ്ലസ് R² - 2RT പ്ലസ് T² അല്ലേ, A - B² എന്നുള്ള ഫോമാറ്റിലേക്ക് എഴുതാലോ. R² - 2RT പ്ലസ് T² എന്ന രൂപത്തിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. RN² ഇസ് ഈക്വൽ ടു, ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താകും, പ്ലസ് ഉള്ളത് മൈനസ് ആയി പോകും, 0 ആയി പോകും. ദെൻ ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് ഉള്ളത് പ്ലസ് ആവും, 2RT. ഇത് ഇപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എന്ത് വരും, RN² ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 2RT മൈനസ് T² എന്ന് എഴുതാൻ പറ്റും. RN എന്തായിരുന്നു, നമ്മളുടെ nth റിങ്ങിന്റെ റേഡിയസ് ആണ്. ക്യാപിറ്റൽ R എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. T എന്താണ്, തിക്നെസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, RN² ഇസ് ഈക്വൽ ടു 2RT മൈനസ് T² എന്ന രൂപത്തിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇനി R എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത് എന്തിനേക്കാൾ കൂടുതലാണ്, നമ്മൾ നേരത്തെ കണ്ട തിക്നെസ്സിനേക്കാൾ വളരെ വലിയ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2RT എന്ന് പറയുന്നത് ആ T² വലിയ വാല്യൂ ആണ് അല്ലേ. T എന്ന് പറയുന്ന തിക്നെസ് ചെറുതാണ്, അപ്പോൾ അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മളുടെ ഇക്വേഷൻ ഇപ്പോൾ എന്താ ഉള്ളത്, RN² ഇസ് ഈക്വൽ ടു 2RT മൈനസ് T² എന്നല്ലേ ഉള്ളത്. അതിൽ ഈ വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, RN² ഇസ് ഈക്വൽ ടു 2RT എന്ന് നമുക്ക് പറയാം. RN² ഇസ് ഈക്വൽ ടു 2RT എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, പിന്നെ ഡാർക്ക് റിങ് കിട്ടാൻ അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്, 2μt cos R ഈക്വൽ ടു n ലാംഡ നമ്മൾ എടുക്കുകയാണ്. μ1 ആയിട്ട് എടുക്കുകയാണ്. cos R എന്ന് പറയുന്നത് വന്ന് പതിക്കുന്ന ആംഗിൾ ഓഫ് മീൻസ് റിഫ്ലക്ഷൻ ആംഗിൾ, അത് 90 ഡിഗ്രി ഒക്കെ ആയിട്ട് 0 ഡിഗ്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2μt എന്നുള്ളത് μ1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2t ഈക്വൽ ടു n ലാംഡ എന്നുള്ളതാണ് ഇവിടുത്തെ കേസിൽ നമ്മളുടെ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്, ഡാർക്ക് ബാൻഡ് കിട്ടാൻ അല്ലെങ്കിൽ ഡാർക്ക് റിങ് കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, 2t ഈക്വൽ ടു n ലാംഡ എന്നുള്ളതാണ്. അപ്പോൾ നോക്കി ഇവിടെ 2RT ഈക്വൽ ടു RN² ആണല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി, RN² ഇസ് ഈക്വൽ ടു R ഇൻറ്റു 2t എന്ന് ഞാൻ പറഞ്ഞു. ദെൻ 2t എന്താണ്, n ലാംഡ അല്ലേ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, RN² ഇസ് ഈക്വൽ ടു R ഇൻറ്റു n ലാംഡ എന്ന് പറയാൻ പറ്റും അല്ലേ. RN² ഇസ് ഈക്വൽ ടു n ലാംഡ R എന്ന് പറയാം. ഓർ അതിനകത്ത് നമുക്ക് എന്ത് എഴുതാം, Rn ഈക്വൽ ടു റൂട്ട് ഓഫ് n ലാംഡ R എന്ന് പറയാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. അതായത് നമ്മളുടെ പിന്നെ ന്യൂട്ടൺസ് റിങ്ങിന്റെ കേസിൽ ഉണ്ടാവുന്ന ഓരോ റിങ്ങുകളുടെയും റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എന്ത്, Rn ഈക്വൽ ടു റൂട്ട് n ലാംഡ R എന്ന് പറയുന്നത്. ക്ലിയർ ആയോ, Rn ഈക്വൽ ടു റൂട്ട് n ലാംഡ R എന്ന് പറയാൻ പറ്റും. അപ്പോൾ നോക്കി, ഒന്നാമത്തെ റിങ് R1ന്റെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, റൂട്ട് n എന്താണ്, 1 ആണ്. 1 R ലാംഡ അല്ലേ, 1 R ലാംഡ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, റൂട്ട് R ലാംഡ എന്ന് പറയാൻ പറ്റും. R1 ഈക്വൽ ടു റൂട്ട് R ലാംഡ എന്ന് പറയാൻ പറ്റും. R2 എന്താ വരിക, റൂട്ട് 2R ലാംഡ എന്ന് പറയാൻ പറ്റും അല്ലേ. R3 എന്തായിരിക്കും വരുന്നുണ്ടാവുക, റൂട്ട് 3R ലാംഡ എന്ന് പറയാൻ പറ്റും. R4 എന്തായിരിക്കും വരുന്നുണ്ടാവുക, റൂട്ട് 4R ലാംഡ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടുത്തെ ഓരോ റിങ്ങുകളുടെയും റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ റേഡിയസ് എങ്ങനെയാണ് വരുന്നത് നോക്കി, ഇതാണ് നമ്മളുടെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത റിങ്, ദെൻ അടുത്ത റിങ്, ഇങ്ങനെയാണോ റിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റിങ്ങിന്റെ റേഡിയസ് ആണെങ്കിൽ R1 ആണ്. അടുത്ത ആളുടെ എന്താണ്, R2 ആണ്. അടുത്ത ആളുടെ എന്താണ്, R3 ആണ്. അടുത്ത ആളുടെ എന്താണ്, R4 ആണ്. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. Rn ഈക്വൽ ടു റൂട്ട് n ലാംഡ R എന്ന് നമുക്ക് പറയാവുന്നതാണ്.
ക്ലിയർ ആയോ? അപ്പോൾ അതാണ് നമ്മളുടെ റേഡിയസ് എന്ന് പറയുന്നത് കേട്ടോ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ? ആർ എൻ, നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ആർ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ലാംഡ ആർ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുക. സോ അതിനകത്ത് നമുക്ക് എന്ത് എഴുതാം? ആർ എൻ ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ലാംഡ എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദി nth ഡാർക്ക് റിംഗ് ഈസ് പ്രപ്പോർഷണൽ ടു അണ്ടർ റൂട്ട് ഓഫ് വേവ് ലെങ്ത്. റൂട്ട് ഓഫ് വേവ് ലെങ്ത്തിന് പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ റേഡിയസിൻ്റെ ഒരു കേസ് ഓർത്തിരിക്കുക കേട്ടോ. ആർ എൻ ഈക്വൽ ടു റൂട്ട് എൻ ലാംഡ ആർ എന്നുള്ളതാണ് അതിൻ്റെ വാല്യൂ വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ റേഡിയസാണ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ റിങ്ങിൻ്റെ ഡയമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാ ഈ ഒരു സാധനം അല്ലേ. ഇപ്പോൾ നാലാമത്തെ ആളുടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഇവിടം വരെ ഇതാണ് നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? 2 ടൈംസ് ഓഫ് റേഡിയസ് അല്ലേ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ഡയമീറ്റർ ഡി എൻ ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും? 2rn എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? 2 ഇൻറ്റു റൂട്ട് എൻ ലാംഡ ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഡി എൻ ഈക്വൽ ടു 2 റൂട്ട് എൻ ലാംഡ ആർ എന്ന് നമുക്ക് പറയാം നമ്മളുടെ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഡയമീറ്റർ ഈക്വൽ ടു 2 റൂട്ട് എൻ ലാംഡ ആർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ന്യൂട്ടൺസ് റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ന്യൂട്ടൺസ് റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. മറ്റൊന്ന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്ടൺസ് റിംഗ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നോക്കി. വേവ് ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലാംഡ ഈക്വൽ ടു ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എൻ ഡിവൈഡഡ് ബൈ 4kr എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡി സ്ക്വയർ എൻ പ്ലസ് 1 എന്നൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ലാംഡ ഈക്വൽ ടു എന്താണ്? ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എൻ ഡിവൈഡഡ് ബൈ 4kr അല്ലേ? 4kr അല്ലേ ഇക്വേഷൻ? 4kr ആണ് നമ്മളുടെ ഇക്വേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ നോക്കി, ഇവിടെ ഞാൻ ഫസ്റ്റത്തെ റിങ് എടുത്തു, രണ്ടാമത്തെ റിങ് എടുത്തു, മൂന്നാമത്തെ റിങ്, നാലാമത്തെ റിങ്, ഇങ്ങനെ. ഇതിപ്പോൾ സപ്പോസ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് വരച്ചത് 10ാമത്തെ റിങ് ആണെന്ന് വിചാരിച്ചോളൂ. 10ാമത്തെ റിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് n എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആയിട്ട് എടുക്കുകയാണ്. n 1 ആണ്. അതായത് ഈ ഫസ്റ്റത്തെ ആളുടെ ഡയമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, D1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു 10ാമത്തെ ആളുടെ, ഇപ്പോൾ ലാസ്റ്റത്തെയാണ് നമ്മൾ 10 ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ 10ാമത്തെ ആളുടെ ഡയമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, D10. 10 അല്ല 11, DN പ്ലസ് കെ അല്ലേ. അപ്പോൾ 11ാമത്തെ ആളുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആ 11ാമത്തെ ആളുടെ ഡയമീറ്റർ മൈനസ് അതിൻ്റെ സ്ക്വയർ മൈനസ് 1ാമത്തെ ആളുടെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 4. കെ എന്താ അവിടെ വരിക? ഇൻറ്റു 10 അല്ലേ. അവർ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4 × 10 ഇൻറ്റു r. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് ലെങ്ത് കണ്ടുപിടിക്കുക യൂസിങ് ന്യൂട്ടൺസ് റിംഗ് ഉപയോഗിച്ച് നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന ഇക്വേഷൻ എന്താണ്? ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എൻ ഡിവൈഡ് ബൈ 4kr ആണ്. ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം നോക്കി. റേഡിയസിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയത്? ആർ എൻ ഈക്വൽ ടു റൂട്ട് എൻ ലാംഡ ആർ അല്ലേ. നമ്മളോട് ചോദിക്കുകയാണ് ന്യൂട്ടൺസ് റിങ്ങിലെ ഓരോ റേഡിയസും, മീൻസ് ഓരോ റിങ്ങുകളുടെയും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ R1 എന്താ വരുന്നത്? R1 എന്ന് പറയുന്നത് റൂട്ട് ലാംഡ ആർ ആണ്. R2 എന്താ വരുന്നത്? R2 വരുന്നത് റൂട്ട് 2 ലാംഡ ആർ ആണ്. R3 എന്താ വരുന്നത്? R3 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താ? റൂട്ട് 3 ലാംഡ ആർ ആണ് വരുന്നത്. R4 എന്താ വന്നിട്ടുണ്ടായിരുന്നത്? റൂട്ട് 4 ലാംഡ ആർ അല്ലേ വരുന്നത്? ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? R1 ഈസ് ടു R2 ഈസ് ടു R3 ഈസ് ടു R4 എന്താ നമുക്ക് പറയാൻ പറ്റും? അത് റൂട്ട് 1 ഈസ് ടു റൂട്ട് 2 ഈസ് ടു റൂട്ട് 3 ഈസ് ടു റൂട്ട് 4 എക്സെട്ര എന്ത് വരും? റൂട്ട് n എന്ന് വരും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. R1 ഈസ് ടു R2 ഈസ് ടു R3 ഈസ് ടു R4 ഈസ് ടു Rn. nth റിങ്ങിൻ്റെ റേഡിയസ്, ഇവരുടെ റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ റേഷ്യോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/√2 എന്ന് നമുക്ക് കിട്ടും. ഇവിടെ റേഷ്യോ എടുത്താൽ എന്ത് കിട്ടും? 2/√3 എന്ന് പറയുമ്പോൾ റൂട്ട് 2/√3r എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? R1 ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. R1 ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ, അതായത് R1 ഈസ് ടു R2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ഈസ് ടു റൂട്ട് 2 എന്ന് കിട്ടും. ദെൻ R1 ഈസ് ടു R3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 ഈസ് ടു റൂട്ട് 3 എന്ന് കിട്ടും.
R1:R4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 1:√4 എന്ന് കിട്ടും. ആ രീതിയിലാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1:2:3:4 സോറി √1:√2:√3:4 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് √n പ്രൊപ്പോർഷനാണ്, Rn ഈസ് പ്രൊപ്പോർഷണൽ ടു √n എന്നുള്ളതാണ് പ്രധാനമായിട്ടും റേഷ്യോ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം. കാരണം ഒരേ ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ, അപ്പോൾ വേവ് ലെങ്ത് സെയിം ആയിരിക്കും. പിന്നെ അവിടെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, n λ r അല്ലേ, ലാംഡ ഒരേ ലൈറ്റ് ആയതുകൊണ്ട് ലാംഡ സെയിം ആയിരിക്കും. R എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ റേഡിയസ് ആണ്, അതും എന്താണ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഒരേ ലെൻസ് തന്നെയായിരിക്കും, ഒരേ പ്ലാനോ കോൺവെക്സ് ലെൻസ് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക, അതിൻ്റെ റേഡിയസും എന്താണ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ രണ്ടാളുകളെയും മാറ്റി നിർത്താം. പിന്നെ അവിടെ വേരി ചെയ്യുന്ന ആൾ ആരായിരിക്കും, √n ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ R1:R2 എന്ന് പറയുമ്പോൾ 1/1:√2 എന്ന് എഴുതാം. R1:R3 എന്ന് പറയുമ്പോൾ 1:√3 എന്ന് എഴുതാം. R1:R4 എന്ന് പറയുമ്പോൾ 1:√4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ 1:√2:√4 √3:√4:√5 എക്സെട്ര √n എന്ന് പറയാൻ പറ്റും കേട്ടോ നമുക്ക് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ R1:Rn എങ്ങനെ എഴുതാൻ പറ്റും, 1:√n എന്നും കൂടി നമുക്ക് എഴുതാൻ പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇതവിടെ പറയാൻ വിട്ടുപോയതാണ്, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, പിന്നെ നമ്മളുടെ വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ d²n+k - d²n/4kr എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പ്രോബ്ലം നിങ്ങൾ നോക്കിയേ. ന്യൂട്ടൺസ് റിംഗ്സ് ആർ ഒബ്സർവ്ഡ് ഇൻ എ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം ആൻ എയർ ഫിലിം formed between a plane surface and a spherical surface of radius of curvature 2 meter. If the diameter of nth and n+8th, ആ n+8 നമ്മൾ n+k എന്ന് പറഞ്ഞില്ല, അപ്പോൾ കെയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക, 8 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ nth റിങ്ങിൻ്റെയും n+8, n എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നാമത്തെ റിംഗ് ആയിക്കോട്ടെ, അത് കഴിഞ്ഞ് എട്ടാമത്തെ റിങ്ങിൻ്റെയും ഒന്ന് കഴിഞ്ഞിട്ടുള്ള എട്ടാമത്തെ റിങ്ങിൻ്റെയും റേഡിയസ് നമ്മൾ മെഷർ ചെയ്യുകയാണ്. എത്രയാണ് വരുന്നത്, അത് 4.2 മില്ലിമീറ്ററും 7 മില്ലിമീറ്ററുമാണ് റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് കണ്ടുപിടിക്കുക. വേവ് ലെങ്ത് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അല്ലേ. എങ്ങനെയാണ് വരുന്നത്, നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, r = എത്രയാണ്, 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. nth റിങ്ങിൻ്റെ റേഡിയസ് അല്ലേ, nth റിങ്ങിൻ്റെ റേഡിയസ് Rn തന്നിട്ടുണ്ട്, എത്രയാണ്, സോറി ഡയമീറ്റർ അല്ലേ തന്നിട്ടുള്ളത് അല്ലേ, ഡയമീറ്റർ അല്ലേ, ഡയമീറ്ററാണ് തന്നിട്ടുള്ളത് അല്ലേ, ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ nth പിന്നെ റിങ്ങിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്, 4.2 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, × 10⁻³ ദെൻ n+8 അല്ലേ, n+8 റിങ്ങിൻ്റെ തന്നിട്ട് എത്രയാണ്, 7 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 7 × 10⁻³ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റകൾ നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളുടെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എന്താ ഇക്വേഷൻ, λ = d²n+k - d²n/4kr. ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. പ്രോബ്ലംസ് അങ്ങനെ ന്യൂട്ടൺസ് റിങ്ങുമായിട്ട് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് കണ്ടിട്ടില്ല. ഇതിൻ്റെ അടുത്ത ആപ്ലിക്കേഷനിലുണ്ട്, അവിടെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് നിലവിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ബട്ട് സിമ്പിൾ വാല്യൂ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അതും നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ d²n+k എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ k എന്ന് പറയുന്നത് 8 ആണ് അല്ലേ, k എന്ന് പറയുന്നത് 8 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും, 7 അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 7 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 7 × 10⁻³ ഹോൾ സ്ക്വയർ മൈനസ് 4.2 × 10⁻², സോറി -3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, /4kr. k ആണ് 8 എന്ന് പറയുന്നത്, r ആണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ 4kr ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 49 മൈനസ് ഇതിൻ്റെ കിട്ടും 17.64 കിട്ടും, × 10⁻³ സ്ക്വയർ ആണ്, 10⁻6 വരും. അതിന് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്, /64. 4 × 8 32, 32 × 2 64 ചെയ്യുമ്പോൾ 31.36 /64 കിട്ടും, × 10⁻6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 0.49 × 10⁻6 എന്ന് കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 490 × 10⁻9 എന്ന് എഴുതാം. അത്രയും മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 490 നാനോമീറ്റർ എന്ന് എഴുതാൻ പറ്റും. ലാംഡ വേവ് ലെങ്ത് നാനോമീറ്ററിലാണ് സാധാരണ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 490 നാനോമീറ്റർ എന്ന് നമുക്ക് പറയാവുന്നതാണ് ആരെ, വേവ് ലെങ്ത്തിന്. ഇതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്ടൺസ് റിംഗ് ഉപയോഗിക്കാറുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ന്യൂട്ടൺസ് റിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ന്യൂമറിക്കൽ ചോദ്യം വന്നിട്ടുള്ളൊരു ഭാഗമാണിത്. ഓക്കെ, ഇത് 2016 ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്.
ഓക്കെ, സാധാരണ ന്യൂട്ടൺസ് റിങ് നമ്മൾ എപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും ന്യൂട്ടൺസ് റിങ് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പരമാവധി പല ആളുകളും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു പാർട്ടാണിത്. പക്ഷേ പ്രീവിയസ് ഇയറിൽ ഇവിടുന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ് ബൈ യൂസിങ് ന്യൂട്ടൺസ് റിങ് ആണ്. ഇൻ ദി എബോവ് എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് 1 or 2 drops of liquid whose refractive index is to be measured is put between lens and glass plate. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ന്യൂട്ടൺസ് റിങ് അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ഒരു പ്ലാനോ കോൺവെക്സ് ലെൻസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു അല്ലേ, അതിനിടയിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്ലെയിൻ ഗ്ലാസ് വെക്കുന്നു. അപ്പോൾ ഇവരുടെ ഇടയിൽ എന്താണ്? എയർ ആണ് ഇവരുടെ ഇടയിൽ മീഡിയം എന്ന് പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ റീഡിങ്ങുകളെല്ലാം എടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള റീഡിംഗ് ഒക്കെ എടുക്കുന്നു. d²n+kയും d²n കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ദെൻ അതിനുശേഷം നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. എന്താ ചേഞ്ച്? ഈ എയർ ഉണ്ടല്ലോ, ഈ എയർ മാറ്റിയിട്ട്, അതായത് അവിടെ എയർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിന് പകരം ഏത് ലിക്വിഡിൻ്റെ ആണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത്, ആ ലിക്വിഡിൻ്റെ 1-2 ഡ്രോപ്പ് ഇവിടെ അങ്ങ് ഒറ്റിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കെറോസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? കെറോസിൻ കൊണ്ടുവെക്കുക. അതായത് ഇവിടെയും കെറോസിൻ്റെ 1-2 ഡ്രോപ്പ് നമ്മൾ ഉറ്റിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ റിഫ്രാക്ഷൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരും, മീഡിയത്തിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് സം ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് വഴി എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ആ എയർ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലിക്വിഡ്, ഏത് ലിക്വിഡിൻ്റെ ആണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ടത്, ആ ലിക്വിഡ് കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, 1-2 ഡ്രോപ്പ് നമ്മളവിടെ കൊണ്ടുറ്റിക്കും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയും ഈ പറയുന്ന റീഡിങ് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ് ബൈ യൂസിങ് ന്യൂട്ടൺസ് റിങ് എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻ ദി എബോവ് എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻറ്റ് 1 or 2 drops of liquid whose refractive index is to be measured is put between lens and glass plate. എന്താണ്? ഗ്ലാസ് പ്ലേറ്റിൻ്റെയും ലെൻസിൻ്റെ ഇടയിൽ ആരുടെയാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ആളെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിൻ്റെ 1-2 ഡ്രോപ്പ് നമ്മൾ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ when the air film is replaced by the liquid film of refractive index mu ആണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ എയർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിരുന്നു. ഇവിടെ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? ഡയമീറ്റർ ഓഫ് ദ nth ഡാർക്ക് റിംഗ് ഈസ്, nth ഡാർക്ക് റിംഗിൻ്റെ ഡയമീറ്റർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? d² അല്ലെങ്കിൽ d'² n = 4n λ r / mu എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയേ, ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ നമ്മൾ ന്യൂട്ടൺസ് റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? dn = 2√n λr എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് ഇങ്ങനെ ഈ പ്രോബ്ലം വരുമ്പോഴാണല്ലോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ആ ഇക്വേഷൻ എഴുതിയ ഭാഗം നിങ്ങളൊന്ന് എടുക്കുക, അവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് എഴുതുക. നോക്കിയേ, dn = എന്താണ്? 2√n λr ആണ് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? dn² എന്തെന്ന് പറയാം? 4n λr എന്ന് പറയാലോ. ആ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ നമ്മളുടെ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എയർ ആയിരുന്നു നമ്മളുടെ മീഡിയം എന്ന് പറയുന്നത്. എയർ ആയിരുന്നു, അതായത് മീഡിയം എന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ് പ്ലേറ്റിൻ്റെയും അതുപോലെ തന്നെ ആ പ്ലാനോ കോൺവെക്സ് ലെൻസിൻ്റെയും ഇൻ ബിറ്റ്വീനുള്ള പ്ലേസ് എന്ന് പറയുന്നത് ആരാണ് ഫില്ല് ചെയ്യുന്നത്? എയർ ആണ് ഫില്ല് ചെയ്യുന്നത്. എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? അത് 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതേ ആളെ നമ്മൾ വേറൊരു മീഡിയത്തിലേക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള വേറൊരു മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ dn = ആ കേസിൽ എന്ത് വരും? നമ്മളുടെ ഇക്വേഷൻ 4n λ r / റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu. ഓക്കെ, അപ്പം mu റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓൾറെഡി നമ്മളുടെ ഇക്വേഷനിലുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ ഒഴിവാക്കാൻ കാരണം എന്താണ്? ഇവിടെ നമ്മളുടെ അപ്പാരറ്റസ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ mu എന്ന് പറയുന്നത് എന്താണ്? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, അത് 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ 4n λ r എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? dn² = 4n λ r / mu എന്ന് പറയാം. ഇൻ കേസ് ഓഫ് ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെൻറ്റ് അവിടുത്തെ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ് അവിടുത്തെ മീഡിയം, അല്ലെങ്കിൽ അതിന് ഇൻ
ബിറ്റ്വീൻ ഉണ്ടാകുന്ന ഫിലിം എന്ന് പറയുന്നത് എയർ ഫിലിമാണ്. സോ മ്യൂ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ എഴുതിയിട്ടുള്ളത് 4n ലാംഡ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്, നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? നമ്മളൊരു ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എയർ എന്ന് പറയുന്ന നേരത്തെ ആ ഒരു മീഡിയത്തെ മാറ്റിയിട്ട് നമുക്ക് ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ലിക്വിഡിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ്. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇക്വേഷനിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. ആ മാറ്റമാണ് നിങ്ങളിവിടെ കണ്ടത്. എന്ത്? dn-2, അതായത് ലിക്വിഡിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് കേട്ടോ dn- എന്ന് പറയുന്നത്. സോ dn-2 ഇസ് ഈക്വൽ ടു 4n ലാംഡ ആർ ഡിവൈഡ് ബൈ മ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്നിൻ്റെ കിട്ടിയാൽ n+k നമുക്ക് എഴുതാലോ. എന്താ വരിക? 4n+k ലാംഡ ആർ ഡിവൈഡ് ബൈ മ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. 4n+k ഡിവൈഡ് ബൈ 4n+k ലാംഡ ആർ ഡിവൈഡ് ബൈ മ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നേരത്തെ ചെയ്ത പോലെ d²n+kയും d²n നേരത്തെ അതാണ് ചെയ്തത്. ഇവിടെ ലിക്വിഡിൻ്റെ കേസ് ആയതുകൊണ്ട് d-n+k² d-n² നമ്മൾ എടുക്കുന്നത്. അവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 4k ലാംഡ ആർ എന്ന് കിട്ടും. ഓക്കെ, 4n+k ലാംഡ ആർ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് 4n ലാംഡ ആർ ഡിവൈഡ് ബൈ മ്യൂ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അവർ തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡയമീറ്റർ രണ്ടാളുടെയും നമ്മൾ d²n+kയും d²n നമ്മൾ ഡിഫറൻസ് കണ്ടില്ലേ. അവിടെ നമുക്ക് എന്താ കിട്ടിയത്? 4n ലാംഡ ആർ ആ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 4k ലാംഡ ആർ ബൈ മ്യൂ എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. നേരത്തെ നമുക്ക് 4k ലാംഡ ആർ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ, 4k ആർ അല്ലേ. നമുക്ക് ആ ഡിഫറൻസ് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത് നേരത്തെ? നമ്മൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവർ നമ്മുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 4k ആർ ലാംഡ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? ഒരു മ്യൂ എന്ന് പറയുന്ന ഒരു ടേം കൂടി അഡീഷണൽ ആയിട്ട് കയറി വരുന്നുണ്ട്. 4k ആർ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ എന്ന രൂപത്തിൽ നമ്മളുടെ ഇക്വേഷൻ മാറ്റി എഴുതാൻ കഴിയും. മ്യൂ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. നേരത്തെ മ്യൂ ഇല്ലാത്ത എന്തുകൊണ്ടായിരുന്നു? അവിടെ എയർ ആയിരുന്നു മീഡിയം എന്ന് പറയുന്നത്. അവരുടെ ഇൻ ബിറ്റ്വീനുള്ള ഫിലിം എന്ന് പറയുന്നത് എയർ ഫിലിം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മ്യൂ 1 ആണ്. പക്ഷേ ഇവിടെ എന്താണ്? മ്യൂ ഉള്ള അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്പെസിഫിക്കലി ഒരു വാല്യൂ ഉള്ള ലിക്വിഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മ്യൂവിൻ്റെ ടേമിനെ നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, എയറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് d²n+k അല്ലേ, d²n+k മൈനസ് d²n ഡിവൈഡഡ് ബൈ 4k ആർ ഈക്വൽ ടു ലാംഡ എന്നാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് ഈ 4k ആറിനെ അപ്പുറം കൊണ്ടുപോയാൽ എന്താ വരിക? d²n+k മൈനസ് d²n ഈക്വൽ ടു 4k ലാംഡ ആർ എന്ന് നമുക്ക് പറയാലോ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഓക്കെ, ഇനി നോക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ ആരെ കണ്ടുപിടിച്ചിട്ടുണ്ട്? d² ആരെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ? dn+k- മൈനസ് dn-² ഈക്വൽ ടു എന്താണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? 4 എന്താ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇക്വേഷൻ? 4k ലാംഡ ആർ അല്ലേ. 4k ആർ ലാംഡ ഡിവൈഡ് ബൈ മ്യൂ എന്നാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ മ്യൂവിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവർ തമ്മിലുള്ള റേഷ്യോ ഒന്ന് നിങ്ങൾ എടുത്തു നോക്കുക. അതായത് ഇയാളെയും ഒന്ന് റേഷ്യോ എടുത്ത് നോക്കുക. d²n+k മൈനസ് d²n ഡിവൈഡഡ് ബൈ d'(n+k² മൈനസ് d'(n² നമ്മൾ എടുത്തു നോക്കുക. അവരുടെ റേഷ്യോ നമ്മൾ എടുത്തു നോക്കുക. അപ്പോൾ റേഷ്യോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4k ലാംഡ ആർ ഡിവൈഡ് ബൈ 4k ആർ ലാംഡ ബൈ മ്യൂ എന്ന് കിട്ടും അല്ലേ. ഇവർ നമ്മളുടെ റേഷ്യോ എടുക്കുകയാണെ, ഞാനിവിടെ എഴുതാം d²n+k മൈനസ് d²n ഡിവൈഡഡ് ബൈ d'(n+k മൈനസ് d'(n). ഇവർ നമ്മളെ റേഷ്യോ എടുക്കുകയാണ്. ഇയാൾ എന്താ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? 4k ആർ ലാംഡ എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇയാളെ നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 4k ആർ ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇയാളും കട്ട് ചെയ്ത് പോകുമല്ലോ. 1 ഡിവൈഡ് ബൈ 1 ബൈ മ്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മ്യൂ എന്ന് കിട്ടും അല്ലേ, മ്യൂ എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മ്യൂ ഈക്വൽ ടു എന്താണ്? d²n+k മൈനസ് d²n ഡിവൈഡഡ് ബൈ d'(n+k മൈനസ് d'(n) എന്ന് കിട്ടും. അതായത് എയറിൽ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത 8ാമത്തെ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, 8ാമത്തെ റിങ്ങിൻ്റെ ഡയമീറ്റർ മൈനസ് ആദ്യത്തെ റിങ്ങിൻ്റെ ഡയമീറ്റർ, അതേ ആളെ നമ്മൾ ലിക്വിഡിൽ വെക്കുമ്പോഴുള്ള 8ാമത്തെ ആളുടെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ മൈനസ് അയാളുടെ 1ാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ റിങ്ങിൻ്റെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ആ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു ഇക്വേഷൻ ആണ്. സോ ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിഫ്രാക്റ്റീവ്
ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെയല്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, DN = നമ്മൾ ഡിഫറൻസ് ഒന്നും കാണാതെ, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് കണ്ടിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയത്, നമ്മൾ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കുക. DN എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ്? 2√n λr എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നല്ലേ നമ്മൾ DN+k പോയത്. അങ്ങനെ പോകണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇക്വേഷൻ കിട്ടിയാൽ മതിയല്ലോ. സോ DN = 2√n λr ആണ്. അങ്ങനെയാണെങ്കിൽ DN² എന്താ വരുന്നത്? 2 × 2² എന്ന് പറയുമ്പോൾ 4 വരും അല്ലേ? 4n λr എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാരെയാണ്? DN². എയറിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്, എയറിൻ്റെ കേസാണ്. ഇനി നമ്മളൊരു മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡിലേക്ക് വെക്കുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താ വരുന്നത്? ലിക്വിഡിലേക്ക് വെക്കുമ്പോൾ DN-² എന്ന് ഞാൻ എഴുതി. ഒരു മീഡിയം അല്ലെങ്കിൽ വേറൊരു മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 4n λr ഡിവൈഡഡ് ബൈ μ എന്ന് പറയാലോ. ഒന്നുമില്ല, നമ്മൾ ആ ആദ്യത്തെ റിങ്ങിൻ്റെ മാത്രം ഡയമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, ആദ്യത്തെ റിങ്ങിൻ്റെ. അപ്പോൾ എയറിലുള്ളപ്പോഴും ഒരു ലിക്വിഡ് പ്ലേസ് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന അതിൻ്റെ ഇക്വേഷനുകൾ ഞാൻ എഴുതി. ലിക്വിഡ് പ്ലേസ് ചെയ്യുമ്പോൾ, എയറിന് പകരം മറ്റൊരാളെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കൂടി ഒന്ന് പരിഗണിച്ചാൽ മതി കേട്ടോ. എയറിൻ്റെ കേസിൽ പരിഗണിക്കാതെ എന്താണ്? എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മളൊരു ലിക്വിഡാണ് പ്ലേസ് ചെയ്യുന്നത്, ആ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ ആണ് നമ്മൾ എടുക്കുന്നുണ്ട്. ആ μനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ത് വരും നോക്കി? DN-² ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 4n λr ഡിവൈഡ് ബൈ μ എന്ന് കിട്ടി. ആദ്യത്തെ ആളെന്താ? DN² ഓഫ് എയറിൽ വെക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 4n λr കിട്ടുന്നത്. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? മ്യൂവിനാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇവരുടെ റേഷ്യോ അങ്ങോട്ട് എടുക്കുകയാണ്. നോക്കി, എന്താ? μ = DN². ഓക്കെ, DN² ഓഫ് എയർ ഡിവൈഡഡ് ബൈ DN-² ഓഫ് ലിക്വിഡ്. അതായത് ലിക്വിഡിൽ പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ടാകും, എയറിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡയമീറ്റർ നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ എയറിൽ പ്ലേസ് ചെയ്യുന്ന ഡയമീറ്ററിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിക്വിഡിൽ പ്ലേസ് ചെയ്യുന്ന ഡയമീറ്ററിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. നേരത്തെ പോലെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഈ ഡിഫറൻസ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു റിങ്ങിൻ്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ, എയറിൻ്റെ കേസിലും ലിക്വിഡിൻ്റെ കേസിലും ഒന്നാമത്തെ റിങ്ങിൻ്റെ ഡയമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എയറിലെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലിക്വിഡിലെ ഡയമീറ്ററിൻ്റെ സ്ക്വയർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഇക്വേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആ മറ്റേ ഇക്വേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മൾ ഈ n+k എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനിലേക്ക് പോകുന്നില്ല, 8ാമത്തെ അല്ലെങ്കിൽ 10ാമത്തെ റിങ് എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ റിങ്ങിൻ്റെ ഡയമീറ്റർ തന്നെ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് റിങ് അതിൻ്റെ സ്ക്വയർ എവിടെയുള്ളപ്പോൾ? എയറിലുള്ളപ്പോൾ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ഫസ്റ്റ് റിങ് അതിൻ്റെ സ്ക്വയർ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ലിക്വിഡ്. ആ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ μ = DN² ഓഫ് എയർ ഡിവൈഡ് ബൈ DN-² ഓഫ് ലിക്വിഡ് എന്ന രൂപത്തിലേക്ക് നമ്മളുടെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് പരീക്ഷയ്ക്ക്. ഇതുകൊണ്ടാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ 2016 ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കി, ഇൻ ന്യൂട്ടൺസ് റിംഗ് എക്സ്പെരിമെന്റ് ദ ഡയമീറ്റർ ഓഫ് ദി mth റിംഗ് ചേഞ്ചസ് ഫ്രം 1.2 cm to 1 cm when the air space between the lens and the plate is replaced by some transparent liquid. എന്താ തന്നിട്ടുള്ളത്? എയർ വെക്കുമ്പോൾ നമ്മളുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1.2 cm ആണ്. നമ്മൾ അതിനെ മാറ്റി ഒരു ലിക്വിഡ് പ്ലേസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 cm ആണ്. നോക്കിയ ഡയമീറ്ററിൽ വ്യത്യാസം വന്നില്ലേ? അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദ്യം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ലിക്വിഡ് എത്രയാണ്? 1.45, 1.44, 1.33, 1.35. എങ്ങനെയാണ് ചെയ്യുക? നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് = ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഡയമീറ്റർ ആണ് അല്ലേ? എയറിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഡയമീറ്റർ അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതിയല്ലോ. DN² when it is placed in air divided by DN²
dash square when it is placed, dn dash square when it is placed in a liquid. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 1.2 അല്ലേ? 1.2 സ്ക്വയർ. ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം രണ്ടും ഒരേ യൂണിറ്റിലാണ്, സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1.2 ഡിവൈഡ് ബൈ 1 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. 1.2 എത്രയാണ്? 1.44 എന്ന് വരും. 12 സ്ക്വയർ 144 അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? 1.44 എന്ന് വരും, ഡിവൈഡ് ബൈ എന്ത് വരും? 1 സ്ക്വയർ. എത്ര കിട്ടുക? 1.44 എന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 1.44 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ അറിയാലോ, ഡി സ്ക്വയർ എൻ ഓഫ് എയർ ഡിവൈഡ് ബൈ ഡി ഡാഷ് സ്ക്വയർ എൻ ഓഫ് ലിക്വിഡ്. ഇപ്പോൾ ലിക്വിഡിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1.44 എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി നോക്കാം, ഇതും പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു. തിൻ ഫിലിമിൻ്റെ കളർ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത്? പോളറൈസേഷൻ, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, ഡിസ്പേർഷൻ. ഏതാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഇൻ്റർഫറൻസ് ആണ് അല്ലേ? ഇൻ്റർഫറൻസ് കാരണമാണ് തിൻ ഫിലിമുകൾക്ക് കളറുകൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ദ കളേഴ്സ് ഓഫ് തിൻ ഫിലിംസ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ദ ഇൻ്റർഫറൻസ്. ഇൻ്റർഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്യൂട്ടിഫുൾ കളേഴ്സ് സീൻ ഇൻ സോപ്പ് ബബിൾസ് ആൻഡ് ഓയിൽ ഫിലിംസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് സോപ്പ് ബബിൾസിനും അതുപോലെ തന്നെ ഓയിൽ ഫിലിംസിനും കളർ കാണാനുള്ള കാരണം? ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്, പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. ഏതാണ് ആൻസർ വരുന്നത്? നമുക്കറിയാം അല്ലേ, എന്താണ്? ഇൻ്റർഫറൻസ് ആണ് അതിന് കാരണം എന്ന് പറയുന്നത്. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് ആണ് അതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ. അതിൽ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫൈനൽ ആൻസറുകൾ കാര്യങ്ങൾ എങ്ങനെ ന്യൂമറിക്കൽസ് ചെയ്യാം. ന്യൂമറിക്കൽസിൽ ശ്രദ്ധിക്കുക, ഒന്ന് ഇൻ്റർഫറൻസിൻ്റെ ഫസ്റ്റ് കേസിൽ ഐ മാക്സ് ബൈ ഐ മിനിമ, അതാണ് ഒരു ടൈപ്പ് ഓഫ് പിന്നെ ന്യൂമറിക്കൽസ് വരുന്നത്. മറ്റൊന്ന് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ന്യൂട്ടൺ സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂമറിക്കൽസ് തന്നെയാണ്. അതാണ് ചോദിക്കാൻ സാധ്യത. ഈ രണ്ടെണ്ണത്തിൽ നിന്നാണ് ന്യൂമറിക്കൽസ് വരാൻ സാധ്യത. പക്ഷേ ന്യൂമറിക്കൽസിന് അപ്പുറത്തേക്ക് തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രിഞ്ച് വിഡ്ത്ത്, ലാംഡ ഡി ബൈ ഡി എന്ന് പറയുന്ന ഭാഗം. കാരണം ഫ്രിഞ്ച് വിഡ്ത്ത് ഡിസ്റ്റൻസ് ഇത്രയാക്കി, ഡിസ്റ്റൻസ് ഇരട്ടിയാക്കി, അതായത് സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇരട്ടിയാക്കി, സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പകുതിയാക്കി, അപ്പോൾ എന്തായിരിക്കും ചേഞ്ച് വരുന്നത് എന്നുള്ള പോലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇൻ്റർഫറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു സെഗ്മെൻറ്റുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.